23.5 മണിക്കൂറും നിന്റെ കച്ചവടമാണ്, നിന്റെ ഭാര്യയുടെ കൂടെയാണ്, നിന്റെ മക്കളുടെ കൂടെയാണ്. എന്നാൽ അരമണിക്കൂർ നേരം 5 നേരത്തെ നിസ്കാരത്തിന് 5 മിനിറ്റ് ഓരോന്നിനും കൂട്ടിയാൽ 25 മിനിറ്റ്. ആ 25 മിനിറ്റ് നേരം ഒരു ദിവസത്തിൽ നിനക്ക് ഓഫാക്കാൻ സാധിക്കില്ലെങ്കിൽ നീ എത്രത്തോളം അതിനോട് അടിമപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ ആഴം മനസ്സിലാക്കാൻ അത് ധാരാളം മതി. പള്ളിയിൽ കയറിയാൽ ഏതെങ്കിലും ഒരുത്തന്റെ മൊബൈൽ ഫോൺ അടിക്കാത്ത ഒരു ദിവസവും ഉണ്ടാവില്ല. എന്നാൽ നമ്മുടെ പള്ളിയിൽ എനിക്ക് തോന്നുന്നു ഈ ബോർഡ് വെച്ചത് കൂടിപ്പോയത് കൊണ്ടാണ് മനുഷ്യന്മാരുടെ മറവി കൂടിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ബോർഡ്, ഇവിടെ ബോർഡ്, മറ്റടുത്ത് ബോർഡ്, മിഹ്റാബിൽ ബോർഡ്, എല്ലാ സ്ഥലത്തും മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള ബോർഡുകളാണ്. എന്നാൽ ഇതിന്റെ മുന്നിൽ നിൽക്കുന്നവന്റെ ഫോണ് തന്നെയായിരിക്കും പാട്ട് പാടുന്നുണ്ടാവുക. അതും അന്നിറങ്ങിയ ഏറ്റവും മനോഹരമായ പാട്ട് പള്ളി മിഹ്റാബിലെ കിടിലം കൊള്ളിച്ച് പാടുന്നുണ്ടാവും പലപ്പോഴും. ആലോചിക്കൂ, ഒരമണിക്കൂർ സമയം പോലും നമ്മൾക്കിതിനെ സ്വിച്ച് ഓഫ് ചെയ്യാൻ ഒരു ദിവസത്തിൽ സാധിക്കാതെ വന്നിരിക്കുന്നു. അത്രത്തോളം നമ്മൾ അതിനോട് അടിമപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇതിന്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു, അതിനേക്കാൾ ദുരുപയോഗവും വർദ്ധിച്ചു വരുന്നു. നിഷ്കളങ്കരായ സാധാരണക്കാരെ നമ്മൾക്കതിന്റെ ദുരുപയോഗമൊന്നും അധികം അറിയില്ല. അതറിയുന്ന ഒരു കൗമ് നമ്മുടെ ഇടയിലുണ്ട്, അവർക്കറിയാം. വേണമെങ്കിൽ നീ വീട്ടിൽ പോയിട്ട് നിന്റെ കുഞ്ഞുമോന്റെ കയ്യിലൊന്ന് കൊടുക്കൂ നിന്റെ ഫോൺ. 5 മിനിറ്റ് കൊണ്ട് അവൻ ഏതൊക്കെ ലോകത്തെത്തിയിട്ടുണ്ടാവുമെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും സാധിക്കില്ല. ഈ സാധു ആചാര് 30,000 40,000 ഒക്കെ കൊടുത്തിട്ട് വാങ്ങിയിട്ടുണ്ട്. അയാൾക്ക് ആകെ അറിയുന്നത് എടുക്കാനറിയാം, വെക്കാനറിയാം. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഇൽമും ആ സാധുവിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുഞ്ഞുമോന്റെ കയ്യിൽ ആ മാധ്യമമൊന്ന് കൊടുത്താൽ 2-3 സെക്കൻഡ് കൊണ്ട് അവന്റെ വിരലുകൾ എത്ര വേഗം ചലിക്കും, എവിടെയൊക്കെ എത്തും അവൻ എന്തൊക്കെ അത്ഭുതങ്ങൾ കാണിച്ചു തരും. അപ്പൊ ഇതാര് മിസ്യൂസ് ചെയ്യുന്നു എന്ന് ഞാൻ പിന്നീട് പറയാം. സാധുക്കളായ നമ്മൾക്ക് അതിന്റെ വലിയ മിസ്യൂസ് ഒന്നും അറിയില്ല, അതിന്റെ ദുരുപയോഗമൊന്നും നമ്മൾക്കറിയില്ല. എന്നാൽ പോലും നമ്മൾക്ക് വരുന്ന ദുരന്തം അനാവശ്യമായിട്ട് സംസാരം വർദ്ധിപ്പിക്കുക എന്നതാണ്. പഴയ കാലത്ത് ഒരു ഉദാഹരണം പറയാം. തലശ്ശേരി എന്റെ ഒരു ബന്ധുവുണ്ടെങ്കിൽ അവനെ കണ്ടിട്ട് 2 വർത്തമാനം പറയണം. ആ പറയുന്നതിൽ ചിലപ്പോ ഒരു ഗീബത്തുണ്ടായേക്കാം. മസലൻ ഒരു ഉദാഹരണമാണ്. എന്റെ തലശ്ശേരിക്കാരനായ ബന്ധു, അല്ലെങ്കിൽ ഞാൻ വെള്ളമുണ്ടയിൽ നിന്ന് കല്ലിക്കണ്ടി വരുമ്പോ കല്ലിക്കണ്ടിയുള്ള സഹോദരനെ കാണുമ്പോ മറ്റവന്റെ ഒരു ഗീബത്ത് പറഞ്ഞിട്ടുണ്ടാവാം. അതെന്റെ കിതാബിൽ വന്നിട്ടുണ്ടാവാം. എന്നാൽ ഇന്നോ ഒരു ദിവസം 4 തവണ ഈ കല്ലിക്കണ്ടിയിലേക്ക് ഞാൻ വിളിക്കുന്നു എന്റെ കൂട്ടുകാരനെ. ആ വിളിക്കുന്ന വിളിയിൽ അന്യന്റെ കുറ്റമായിരിക്കും ഒരുപക്ഷെ അധികവും പറയാനുണ്ടാവുക. എങ്കിൽ പിന്നെ എന്തായിരിക്കും നമ്മുടെ കിതാബുകളുടെ അവസ്ഥ? മൊബൈൽ ഫോണിൽ നിരന്തരം സംസാരിക്കുന്നു. ഈ വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് പോവാൻ വഴികളൊന്നുമില്ല, എല്ലാം മതിൽ കെട്ടി അടച്ചിട്ടുണ്ട്, ഭൂമിയോടുള്ള വല്ലാത്ത താല്പര്യം കൊണ്ട്. എന്നാൽ ഈ ഫോണിലൂടെ പരസ്പരമുള്ള സംസാരം, ദീർഘിച്ചു പോകുന്ന സംസാരങ്ങൾ, രാത്രികാലങ്ങളിൽ ഇതിനു വേണ്ടി വല്ലാതെ സമയം ചെലവഴിക്കുന്ന ആളുകൾ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ലാ തുക്സിറുൽ കലാമ ബിഗൈരി ദിക്രില്ലാഹ്. ലാ തുക്സിറുൽ കലാമ, നിങ്ങൾ സംസാരം വർദ്ധിപ്പിക്കാൻ പാടില്ല. ബിഗൈരി ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റല്ലാത്ത സംസാരം നിങ്ങൾ വർദ്ധിപ്പിക്കാൻ പാടില്ല. വേറെ ഒരു ദുരുപയോഗവും നമ്മൾ ചെയ്യുന്നില്ല, വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തൊക്കെയാ വിശേഷം, പിന്നെന്തൊക്കെയാ വിശേഷം, പിന്നെന്തൊക്കെയാ വിശേഷം, ഇത് തന്നെ, വേറെ ഒന്നുമില്ല. ചില സാധുക്കൾ ഗൾഫിൽ നിന്ന് ഫോൺ ചെയ്യും, അവരെല്ലാ പണിയും കഴിഞ്ഞ് അവർക്കിനി ബാക്കിയുള്ളത് 2 മണിക്കൂർ റെസ്റ്റാണ്. ആ റെസ്റ്റിൽ നാട്ടിലേക്ക് വിളിച്ചിട്ട് പിന്നെന്തൊക്കെയാ വിശേഷം ഒന്ന് 200 വട്ടം. ഒരു പിന്നെന്തൊക്കെയെന്ന് പറയുമ്പോൾ അതിന് 4 എക്കോ കൂടെ ഉണ്ടാവും നെറ്റ് വഴി ഫോൺ ചെയ്യുമ്പോൾ. ഇതിന് മറുപടി പറഞ്ഞ് ജീവിതത്തിൽ എത്ര സമയമാ പോയത്. ഇതിനർത്ഥം കൂട്ടുകാരെ വിദേശത്ത് നിന്ന് വിളിക്കണ്ടെന്നല്ല, വിളിക്കണം, ബന്ധങ്ങൾ പുലർത്തണം. പക്ഷേ ഓരോരുത്തരുടെയും സമയവും സന്ദർഭവും സാഹചര്യവും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് കൂടെ നമ്മൾക്കുണ്ടാവണം. നമ്മുടെ സമയം എത്രത്തോളം വിലപ്പെട്ടതാണ്, അതുപോലെ മറ്റുള്ളവരുടെ സമയവും നമ്മൾ കാണണം. അനാവശ്യമായിട്ട് പിന്നെന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് പറയൂലേ, എന്തിനാ ഒരു 400 പ്രാവശ്യം പിന്നെന്തൊക്കെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു ലാ തുക്സിറുൽ കലാമ ബിഗൈരി ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റല്ലാത്ത വർത്തമാനം വർദ്ധിപ്പിക്കരുത്. എന്താ കാര്യം? ഫഇന്ന കസറത്തൽ കലാമി ബിഗൈരി ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റല്ലാത്ത സംസാരം വർദ്ധിപ്പിച്ചാൽ ആ വർത്തമാനം കാരണമായി തീരും ഖസ്വത്തുൽ ലിൽ ഖൽബി, ഹൃദയം കടുത്തു പോവാൻ അത് കാരണമാവും. അനാവശ്യ സംസാരങ്ങൾ വല്ലാതെ വർദ്ധിപ്പിച്ചാൽ ഹൃദയം കടുത്തു പോകാൻ അത് കാരണമാകും. വഇന്ന അബ്അദന്നാസി മിനല്ലാഹ്, തീർച്ചയായും അല്ലാഹുവിങ്കൽ നിന്ന് ഏറ്റവും ദൂരം കഴിയുന്നവൻ അൽ ഖൽബുൽ ഖാസി, മുരടിച്ചുപോയ ഹൃദയത്തിന്റെ ഉടമയാണ്, കടുത്തുപോയ ഹൃദയത്തിന്റെ ഉടമയാണ് അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ദൂരത്ത് പാർക്കുന്നവൻ. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, അനാവശ്യം നിയന്ത്രിക്കുക, അനാവശ്യ സംസാരം നിയന്ത്രിക്കുക. ഭാര്യയെ വിളിക്കുമ്പോ അല്ലറ ചില്ലറ തമാശകളൊക്കെ വിനോദമൊക്കെ ആവാം, അതൊന്നും വേണ്ട എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. പക്ഷേ അനാവശ്യമായി സംസാരിക്കുന്ന സംസാരം അത് ഹൃദയം കടുത്തുപോകാൻ കാരണമാകുന്നു. വളരെ നാം ആലോചിക്കണം. മഹാനവരിൽ നിന്ന് നിവേദനം കൊടുത്തു, ഞാൻ ചോദിച്ചു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഹദ്ദിസ്നി, അങ്ങനെക്ക് പറഞ്ഞു തരണം, ബി അംറിൻ അഅ്തസിമു ബിഹി, എനിക്ക് മുറുകെ പിടിക്കാൻ പറ്റിയ ഒരു കാര്യം അങ്ങ് പറഞ്ഞു തരണം. ഖാല, അവിടെ നിന്ന് പറഞ്ഞു, ഖുൽ റബ്ബിയല്ലാഹ്, നിനക്ക് മുറുകെ പിടിക്കാൻ അത് മതി, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയടാ. സുമ്മസ്തഖിം, എന്നിട്ട് നീ അതിൽ അടിയുറച്ചു നിന്നോ, അത് തന്നെ മതി, വേറൊന്നും വേണ്ട. സുമ്മ ഖുൽതു, ഞാൻ ചോദിച്ചു നബിയേ, മാ അഖ്വഫു മാ തഖാഫു അലയ്യ യാ റസൂലല്ലാഹ്, എന്റെ കാര്യത്തിൽ അങ്ങ് പേടിക്കുന്നതിൽ വെച്ച് ഏറ്റവും പേടിക്കുന്നത് എന്തിനെയാണ് നബിയേ? എന്റെ കാര്യത്തിൽ അങ്ങ് വല്ലാതെ ഉത്കണ്ഠപ്പെടുന്നത് ഏത് കാര്യത്തിലാണെന്ന് ചോദിച്ചപ്പോ ഫഅഖദ ബിലിസാനി നഫ്സിഹി, അല്ലാഹുവിന്റെ റസൂല് തന്റെ നാവിങ്ങനെ പിടിച്ചു, നാവിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഹാദാ, ഇതാ നിന്റെ നാവാണ്. ഒരു മനുഷ്യനെ എന്താക്കണമെന്നും എന്താക്കണ്ട എന്നും തീരുമാനിക്കുന്നതിൽ അവന്റെ നാവിലുള്ള സ്വാധീനം വളരെ വലുതാണ്. കളവ് പറയാൻ ഇത്ര നല്ലൊരു മാധ്യമം മൊബൈൽ ഫോൺ അല്ലാത്ത വേറൊന്നും ദുനിയാവിൽ ഉണ്ടാവില്ല. കല്ലിക്കണ്ടി നിന്നിട്ട് ഫോൺ എടുത്തിട്ട്, നീ ഇപ്പം വിളിച്ചിട്ടെന്താ കാര്യം, ഞാനിന്ന് കോഴിക്കോട്ടത്തിൽ പോയി, എത്ര കേൾക്കാറുണ്ട് നമ്മൾ. ലാഘവത്തോടെ കളവ് പറയാൻ പറ്റുന്ന ഒരു മീഡിയയായി മൊബൈൽ ഫോൺ മാറി. ഇന്നവനെ ഇത്ര കൊടുക്കാനുണ്ടെങ്കിൽ അവൻ വിളിക്കുമ്പോ ഞാൻ പറയും, പൈസ ഒക്കെ എന്റെ കീശയിലുണ്ടായിരുന്നു, പക്ഷെ ഞാനിങ്ങ് കോയമ്പത്തൂരായി പോയി, എന്താ ചെയ്യാ? എവിടെന്നാ പറയുന്നത്? ഭാര്യയുടെ കയ്യിൽ നിന്ന് സുലൈമാനി വാങ്ങുമ്പോഴായി പറയുന്നത് ഞാൻ കോയമ്പത്തൂരാണ്. ആ നിലയിൽ കളവ് പറയാൻ ജനങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന ഒരു മീഡിയയും ഒരു മാധ്യമവുമായി മൊബൈൽ ഫോൺ പലരും ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ സാധാരണക്കാരന്റെ ദുരുപയോഗമാണ്. യഥാർത്ഥത്തിലുള്ള ദുരുപയോഗം അതൊന്നുമല്ല. ഇതൊക്കെ സാധാരണക്കാരായ ആളുകൾ, ഇന്നിപ്പോ ഞാൻ കോയമ്പത്തൂരില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് വിവരമുള്ളവൻ ഏത് ടവറിന്റെ പരിധിയിലാണ് ഇവനുള്ളത് എന്ന് കണ്ടുപിടിക്കാനുള്ള വഴിയൊക്കെ ഇന്നുണ്ട്. അതാണല്ലോ സൈബർ സെല്ലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ചില സാധുക്കൾ കളവും മറ്റുമൊക്കെ നടത്തും. പക്ഷേ പണ്ടുള്ള ആളുകൾ പറയാറുണ്ട്, കക്കാൻ പഠിച്ചാൽ പോരാ, ഞേലാനും പഠിക്കണം എന്ന് പറയാറുണ്ട്. പലർക്കും ഞേലാൻ അറിയില്ല. എന്നിട്ട് നിമിഷ നേരം കൊണ്ട് സൈബർ സെല്ല് പൊക്കിക്കൊണ്ടുവരും. ഇന്ന് ടവറിന്റെ ചുവട്ടിൽ ഇത്ര കിലോമീറ്റർ പരിധിയിൽ അവനുണ്ടെന്ന് ഈ മൊബൈൽ ഫോൺ പറയും. നിങ്ങൾ വിചാരിക്കണ്ട ഇത് ചെറിയ സാധനമാണെന്ന് വിചാരിക്കണ്ട. ആ നിലയിൽ നിമിഷ നേരം കൊണ്ട് കുറ്റവാളികളെ പിടിക്കാൻ സൈബർ സെല്ലിനെ സഹായിക്കുന്നത് മൊബൈൽ ഫോണിന്റെ പല ടെക്നോളജികളുമാണ്. അപ്പോ സാധാരണക്കാരായ നമ്മളത് കളവ് പറയാൻ ഉപയോഗിക്കാറുണ്ട്. ഇനി ഞാൻ പറയട്ടെ, ഈ മൊബൈൽ ഫോണിന്റെ സ്വകാര്യതയെ വല്ലാതെ ദുരുപയോഗം ചെയ്യുന്നു. ഞാൻ എന്റെ രക്ഷിതാക്കളോട് പറയുന്നു, +1 നും +2 നും ഒക്കെ പഠിക്കുന്ന മക്കൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുന്നവർ
ആദ്യമായിട്ട് അത് വാങ്ങിക്കൊടുക്കണോ കൊടുക്കണ്ടയോ എന്നുള്ള തീരുമാനം അവിടെ നിൽക്കട്ടെ. അതിന് മുന്നേ ഞാൻ പറയട്ടെ, ഈ ഐഫോണും അതുപോലെ ആപ്പിൾ ഫോണും അതുപോലെ വലിയ ഉയർന്ന ടെക്നോളജികളുള്ള ഫോണുകളാണ് മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്നത്. 30,000-ഓ 40,000-ഓ രൂപയൊക്കെ വിലയുള്ള ഫോണ് ബാപ്പ ഖത്തറിൽ നിന്ന് വരുമ്പോ മോൻ പറഞ്ഞു ഇന്ന മോഡലാണ് എനിക്ക് വേണ്ടത്. ഏറ്റവും ചുരുങ്ങിയത് ആ ബാപ്പക്ക് അത് ഓണാക്കാനെങ്കിലും അറിയണ്ടേ, അതുപോലും അയാൾക്കറിയില്ല. അതെങ്ങനെ ഓണാക്കും എന്ന് പോലും ആ സാധുവിനറിയില്ല. അയാളാ വാങ്ങിക്കൊണ്ടുവന്നത് മകന് 30,000-ന്റെ ഫോണ്. അവൻ അതിനെ എങ്ങനെ ഉപയോഗിച്ചു എന്ന് അയാൾ ശ്രദ്ധിക്കാറില്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അയാൾക്കറിയില്ല അത് പറയലായിരിക്കും നല്ലത്. പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ മകന്റെ ഫോണ് അതിലൊന്ന് ബെല്ലടിച്ചാൽ അത് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? അതിന്റെ ലോക്ക് ഒഴിവാക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ? അതറിയാൻ വലിയ കോളേജിലൊന്നും പോയി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന സത്യമാണ്. അവനാരൊക്കെ വിളിക്കുന്നു, അല്ലെങ്കിൽ അവളാരൊക്കെ വിളിക്കുന്നു, എന്തിനു വിളിക്കുന്നു എന്നൊന്നും നമ്മൾ അറിയാറില്ല. നമ്മൾ പലപ്പോഴും അറിയാറുള്ളത് ദുരന്തത്തിൽ ചെന്ന് ചാടുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇന്നവന്റെ മകളും ഇന്നൊരുത്തനും ഇന്ന സ്ഥലത്തെത്തിയിരിക്കുന്നു. എത്ര കണ്ടാലും നമ്മൾ പഠിക്കില്ല. ഇത് നമ്മൾ അറിയാതെ അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു സൗകര്യമാണ്. എന്നാൽ ഉമ്മ ബാപ്പമാരുടെ അറിവോടെയും ആശീർവാദത്തോടെയും മൊബൈൽ ഫോണിന്റെ ദുരുപയോഗമുണ്ട്. ഞാൻ പറയാം പെണ്ണ് കാണൽ ചടങ്ങ് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ച ഒരു ശരിയാണ്. ബഹുമാനപ്പെട്ട മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു, പെണ്ണുങ്ങളെ ശ്രദ്ധിക്കണേ. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഖതബതു ഇംറഅതൻ, ഞാനൊരു പെണ്ണിനെ കണ്ടിട്ടുണ്ട്, ഞാൻ അവളുമായിട്ടുള്ള വിവാഹം ഒരു പെണ്ണിനെ അന്വേഷിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എന്നല്ല, ഞാനും ഇന്ന പെണ്ണുമായിട്ട് വിവാഹം തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഗീറയോട് ചോദിച്ചു, ഹൽ നദർത ഇലൈഹാ, മുഗീറ നീ അവളെ കണ്ടിരുന്നോ? കണ്ടിട്ട് തീരുമാനിച്ചതാണോ ഈ കല്യാണം? ഫഖാല, മുഗീറ പറഞ്ഞു, ഇല്ല നബിയേ, ഞാൻ അവളെ കണ്ടിട്ടില്ല. എന്നാൽ അവിടെ നിന്ന് പറയുന്നു മുഗീറ, ഫൻദുർ ഇലൈഹാ, നീ ഒന്ന് പോയിട്ട് കാണണേ മുഗീറ. നീ കെട്ടാൻ പോകുന്ന നിന്റെ പ്രതിശുദ്ധ വധുവിനെ നീ ഒന്ന് കാണണേ മുഗീറ. എന്തിനാ നബിയെ ഞാൻ അവളെ കാണുന്നത്? ഇന്നഹു അഹ്റാഹ അൻ യുഖദമ ബൈനകുമാ, നിങ്ങൾക്ക് രണ്ടാളുകൾക്കിടയിൽ ഒരിണക്കമുണ്ടാവാൻ, ഒരു ചേർച്ചയുണ്ടാവാൻ അത് നല്ലതാണ്. നിനക്ക് അവളെ പറ്റണം, അവൾക്ക് നിന്നെ പറ്റണം. അല്ലാതെ ഒരു മൊത്തക്കച്ചവടം പോലെ, ഊഹക്കച്ചവടം പോലെയുള്ള പെണ്ണുകെട്ടലിനേക്കാൾ നല്ലത് കണ്ടിട്ടാണ് മുഗീറ. നല്ല ഒരു ശൈലിയാണ്. അതിന് വേറെ യാതൊരു മാമൂലുകളുടെ ആവശ്യവുമില്ല. അതിന് ഇത്ര ആള് വരണമെന്നില്ല, അതിന് ഇന്നതുപോലെ നടക്കണമെന്നില്ല. ഫിഖഹിന്റെ കിതാബുകളിൽ കാണാം, കെട്ടാൻ പോകുന്ന ചെക്കൻ ഒന്ന് പോയിട്ട് കാണട്ടെ, അവൻ ഒറ്റക്ക് മതി. ഇനി അവൾ കണ്ടതിന് ശേഷം ആർക്കെങ്കിലും അവളെ ഒന്ന് കാണണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ മാത്രം, നമ്മൾക്കതൊരു ശൈലിയാണ്. ആണുങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം, മറ്റവരുടെ വിവരം വരവെപ്പോഴാണ്? മറ്റവരുടെ ആ സംഘത്തിന്റെ വരവെപ്പോഴാന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ എപ്പോഴാ വരുന്നത്? അവരാണിത് പാസ്സാക്കേണ്ടത്. മറ്റവനിത് കാണാനുള്ള സ്വാതന്ത്ര്യമേ ഉള്ളൂ. പാസ്സാക്കുന്നത് ഇവരാണ്. വലിയ ഗവേഷണ നിരീക്ഷണം നടത്തി, മൂക്ക് വളഞ്ഞിട്ടുണ്ടോ കാല് ചെരിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഗവേഷണം നടത്തി അതിന് സൈൻ ചെയ്യേണ്ട കുറച്ച് ആളുകൾ പിന്നീട് വരാനുണ്ട്. അവരെപ്പോഴാ വരുന്നത് എന്ന് ചോദിക്കും. ഈ ഒരു ശൈലിയിലേക്ക് നമ്മൾ മാറ്റിക്കൊണ്ടുവന്നു. അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നു, ഒന്നോ രണ്ടോ പെണ്ണുങ്ങൾ പോവട്ടെ, അതും ആരാ പോവേണ്ടത്? അതിന് വിളിക്കാത്തതിന് പിണക്കം, അതിന് ക്ഷണിക്കാത്തതിന് കുഴപ്പം. എന്നോട് പറഞ്ഞിട്ടില്ല അന്ന് പോകുമ്പോ ആ നിലക്കൊക്കെയുള്ള സംസാരങ്ങൾ. പോവട്ടെ, ഒന്നോ രണ്ടോ ആണ് പോവട്ടെ. എന്നിട്ടിപ്പോ പുതിയൊരു സമ്പ്രദായം, തിരിച്ചു പോരുമ്പോ ഒരു മൊബൈൽ ഫോൺ കൊടുക്കുക. കണ്ടിഷ്ടപ്പെട്ടതിന്റെ അടയാളമായിട്ട് പഴയ കാലത്തൊരു മധുരം കൊടുക്കാറുണ്ട്. അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു മധുരം കൊടുക്കാറുണ്ട്, അതൊരു സന്തോഷമാണ്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും
ഒരു വീട്ടിൽ ചെന്നിട്ട് ഒരു ഹദിയ കൊടുക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഈ മൊബൈൽ ഫോൺ കൊടുത്തിട്ട് നിരന്തരം വിളി, ഇതിന്റെ ദുരന്തം കണ്ണുകൊണ്ട് കണ്ട ഒരാളെന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആരാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക? അന്ന് മുതൽ ഇവൻ ഏത് സമയവും അവളെ വിളിക്കാം. ഇവര് തമ്മിലുള്ള ബന്ധം എന്താ? നിക്കാഹ് നടന്നിട്ടില്ല. ഇവര് തമ്മിലുള്ള ബന്ധം ഒരു ദിവസം കണ്ടു, സംസാരിച്ചു എന്നതിനപ്പുറത്തേക്ക് വേറെ ഒരു ബന്ധവും തുടരാൻ സമയമായിട്ടില്ല. നിരന്തരം വിളിക്കുകയാണ്. ഉമ്മ പറയാ, ഓനത വിളിക്കുന്നത്, അവന് ദേഷ്യം പിടിക്കും, വേഗം പോയി എടുത്തോ. പരിപൂർണ സൗകര്യം. ബാപ്പയുടെ മൗനാനുവാദം, ഉമ്മയുടെ ആശീർവാദം. എന്നിട്ട് ഈ പെൺകുട്ടി നിരന്തരം ഈ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. തലയണയുടെ ചുവട്ടിലും ഫോണ്, അവളെവിടെ നടക്കുമ്പോഴും ഫോണ്, ഇരിക്കുമ്പോഴും ഫോണ്, അവന് വിളിക്കാൻ എല്ലാവിധ സൗകര്യങ്ങളും. ഏത് ദീനാണ് സഹോദര ഇതിന് പച്ചപ്പൊടി കാണിച്ചത്? ആരാ ഇതിന് അംഗീകാരം തന്നത്? ഈ അടുത്തൊരു ദുരന്തമുണ്ടായി. ഞാൻ ആ ദുരന്തം നേരിൽ അറിയുകയും കാണുകയും ചെയ്തവനാണ്. നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. പലപ്പോഴും ആണ് അവന്റെ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യാറുണ്ട്. അവൻ അവളോട് തുറന്നു കാര്യങ്ങൾ പറഞ്ഞു. അവൻ അവളോട് അവന്റെ കാര്യങ്ങൾ മുഴുവനും തുറന്നു പറഞ്ഞു. നിരന്തരം സംസാരിക്കാൻ വിഷയം വേണ്ടേ? രാഷ്ട്രീയക്കാരന്റെ ഭാഷയിൽ പാതിരാത്രിയിൽ ഭാഗവതം വായിക്കുകയല്ലല്ലോ. എന്താ അവർ ചെയ്യുന്നത്? നിരന്തരം അവർ സംസാരിച്ചപ്പോ അവൻ അവന്റെ കഥകൾ മുഴുവനും പറഞ്ഞു. എനിക്കിങ്ങനെ ഒരു ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു, നിന്നെ കണ്ടപ്പോ ഞാൻ അവളെ വേണ്ടെന്ന് വെച്ചു, ഞാനും അവളും അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, അവളെനിക്ക് അങ്ങനെ സഹായിച്ചു, ഞാൻ അവളെ അങ്ങോട്ട് സഹായിച്ചു. ഈ കഥകളൊക്കെ ഈ സാധു ഈ പെൺകുട്ടിയോടായ വൃത്തികെട്ടവൻ പറഞ്ഞു. എന്നിട്ട് ഇവളോട് ചോദിച്ചു, ഇതുപോലെ വല്ല കഥയും നിനക്ക് പറയാനുണ്ടോ? ചൂഴ്ന്ന് ചോദിച്ചപ്പോ, നമ്മളിന് തുറന്നു ജീവിക്കുകയല്ലേ, നമ്മളിന് ഒന്നാകാൻ പോവുകയല്ലേ, ഒളിഞ്ഞിരിക്കുന്ന ചതിയറിയാത്ത ഈ അല്പബുദ്ധിക്കാരി. അവളും വെറുതെ എല്ലാരും ഒരു തേങ്ങ കൊടുക്കുമ്പോ ഒരു ചിരട്ടയെങ്കിലും ഞാനും കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ സാധുവും പറഞ്ഞു, എനിക്കുണ്ടായിരുന്ന ഒരു പ്രേമം. അത് കേൾക്കലോടുകൂടെ ഫോൺ കട്ടായി. പിറ്റേന്ന് വിവരം വന്നു അവൻ അവളെ വേണ്ടെന്ന്. അന്ന് വൈകുന്നേരമാകുന്നതിന് മുന്നേ, ളുഹറിന്റെ സമയത്ത് വിവരം വന്നു. മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതിന് മുന്നേ തറവാട്ടിൽ പിറന്ന കാണാൻ കൊള്ളാവുന്ന പെണ്ണ് ചുരിദാറിന്റെ ഷോള് റൂമിലെ ഫാനിൽ കെട്ടിയിട്ട് ആത്മഹത്യ ചെയ്തു. ഹക്കാണ് ഞാൻ ഈ പറഞ്ഞത്. ആരാ ഉത്തരവാദി? ആരാണ് ഇതിന് കോണി വെച്ചു കൊടുത്തവർ? ആരാണ് ഈ വൃത്തികെട്ട ഒരു ദുരന്തത്തിന് കാരണക്കാരാണ്? ഇത് നമ്മുടെ പല വീടുകളിലും നടക്കുന്ന വളരെ പച്ചയായ ഒരു ദുരന്തമാണ്. ആയതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ വൃത്തികേടിനെ ദുരുപയോഗം ചെയ്യുന്നത് തടഞ്ഞില്ലെങ്കിൽ സമൂഹത്തിലുണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. വിശേഷിച്ച് ആൺമക്കളും പെൺമക്കളും ഈ മൊബൈൽ ഫോണിനെ ദുരുപയോഗം ചെയ്യുകയാണ്. ക്യാമ്പസുകളിൽ മൊബൈൽ ഫോൺ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാലും അവർ അതിന്റെ പരിസരങ്ങളിൽ അത് സൂക്ഷിച്ച് വളരെ വലിയ ദുരന്തങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. ഇത് ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞത്. ഇങ്ങനെ രാവിലെ ക്ലാസ് ഉണ്ടെന്നും കോളേജിൽ പഠനമുണ്ടെന്നും ഒക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകൾ, പുറത്തു പോകുന്ന മക്കൾ എന്തൊക്കെയാണ് അവർ ചെയ്ത് തിരിച്ചു വരുന്നത് എന്ന് ഒരു രക്ഷിതാക്കളും അറിയാറില്ല, ഒരു രക്ഷിതാക്കളും ശ്രദ്ധിക്കാറില്ല. ആയതുകൊണ്ട് എത്രയെത്ര ആത്മഹത്യകൾ. സാന്ദർഭികമായി ഞാൻ പറയട്ടെ, ഈ സമുദായത്തിന്റെ പേര് ആത്മഹത്യയുടെ ലിസ്റ്റിൽ സാധാരണ കാണാറില്ലായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ആത്മഹത്യയിലേക്ക് നമ്മെ നയിക്കുന്നതിൽ ഇത്തരം മീഡിയകൾ വരുത്തിവെക്കുന്ന വിനകൾ ചെറുതല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് രക്ഷിതാക്കളെ നമ്മളാണ്. രാവിലെ ഫോണിൽ പൈസ ഇല്ലെന്ന് പറയുമ്പോ 100ഉം 200ഉം കയറ്റിക്കൊടുത്തിട്ട് മകളെ പറഞ്ഞേച്ചു. അതിന് പല ഉമ്മമാരും പറയുന്ന ന്യായം, ഓളൊരു പെണ്ണല്ലേ, രാവിലെ കോളേജിൽ പോകുമ്പോ എവിടെ എത്തിയതെന്നൊന്നും അറിയാൻ ഒരു ഫോണ് കയ്യിലില്ലെങ്കിൽ അത് മനസ്സിലാവുന്നത് എങ്ങനെയാണ്? വണ്ടി കിട്ടിയോന്നറിയാൻ, അല്ലെങ്കിൽ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചോ എന്നറിയാൻ ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ നിന്റെ മകൾ തലശ്ശേരിയല്ലേ പോയത്, ഹോങ്കോങ്ങിലോ ചൈനയിലോ ഒന്നല്ലല്ലോ പോയത്. ആ തലശ്ശേരിയിൽ നിന്ന് ഇവിടെ എത്തുന്നത് വരെയുള്ള ഒരു വിവരം അത്രയല്ലേ അറിയാനുള്ളൂ. അതിന്റെ പേരിൽ വന്ന് ഭവിക്കുന്നത് ഒരുപക്ഷേ നിന്റെ മകൾ തന്നെ നിനക്കില്ലാതെ പോകും എന്ന ഒരു സത്യമാണ്.
എന്ന ഒരു സത്യമാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ പലപ്പോഴും കണ്ണടക്കാറുണ്ട്. ദയനീയമായ പല രംഗങ്ങളും സാക്ഷിയാവുമ്പോ, ദയനീയമായ പല രംഗങ്ങൾക്കും സാക്ഷിയാകുമ്പോ ബ്ലൂടൂത്ത് അടക്കമുള്ള മൾട്ടിമീഡിയ അടക്കമുള്ള എല്ലാ സജ്ജീകരണങ്ങളുമുള്ള ഫോണുകൾ, ഇതിലെന്താ അവർ കൈമാറുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളുടെ മകന്റെ ഫോണ് നിങ്ങൾ എടുത്തിട്ട് നിങ്ങളൊന്ന് ഓൺ ചെയ്ത് അതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് മക്കൾ അത് തിരിച്ചു വാങ്ങിക്കളയും. എന്താ കാര്യം? അതിൽ കാണാൻ പറ്റാത്ത പലതുമുണ്ട് എന്നാണ് അതിന്റെ യാഥാർത്ഥ്യം, എന്നതാണ് അതിന്റെ സത്യം. നമ്മൾ അതിലേക്ക് കടന്നു വരുമ്പോ, നമ്മൾ അതിലേക്ക് കടന്നു ചെല്ലുന്നുണ്ടെന്ന് മക്കൾക്ക് ബോധ്യമാകുമ്പോ അവർ പെട്ടെന്ന് എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് അത് തിരിച്ചു വാങ്ങിക്കളയും. കാണാൻ പറ്റാത്തത് എന്തോ അതിലുണ്ട് എന്ന് അപ്പം മനസ്സിലാക്കണം. ആ രീതിയിൽ ഞാൻ പറഞ്ഞു, ആത്മഹത്യയുടെ ലിസ്റ്റിൽ നമ്മൾ സാധാരണ ഉണ്ടാവാറില്ല. ഇന്ന് നമ്മൾ വ്യാപകമായിട്ട് ആത്മഹത്യയുടെ ലിസ്റ്റിൽ പേരുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അവർ നാമമാത്ര മുസ്ലിമീങ്ങളായിരിക്കാം, അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്താ ആത്മഹത്യ? എന്താണ് ആത്മഹത്യയെക്കുറിച്ച് ഇസ്ലാമിന്റെ സമീപനം? പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 29-30 ആയത്തുകൾ, വലാ തഖ്തുലൂ അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമാ. ആ വാക്കിൽ തന്നെയുണ്ട് വലിയ ഒരു സൂചന. ആ വാക്കിൽ തന്നെയുണ്ട് വല്ലാത്ത ഒരു കാരുണ്യം. ആത്മഹത്യ ചെയ്യപ്പെടേണ്ട മനുഷ്യൻ പലപ്പോഴും പല പ്രയാസങ്ങളിലും അകപ്പെട്ടത് കൊണ്ടായിരിക്കാം. പ്രേമ നൈരാശ്യമായിരിക്കാം, കുടുംബ വഴക്കുകളായിരിക്കാം, അല്ലെങ്കിൽ കടം വന്ന് പെരുകിയിട്ടായിരിക്കാം. ഖുർആൻ പറയുന്നു, വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കൊന്നുകളയരുത് കേട്ടോ. ഇന്നല്ലാഹ കാന ബികും റഹീമാ, തീർച്ചയായും അല്ലാഹു തആല നിങ്ങളോട് വല്ലാതെ കരുണയുള്ളവനാണ്. വമൻ യഫ്അൽ ദാലിക ഉദ്വാനം വദുൽമൻ ഫസൗഫ നുസ്ലീഹി നാറാ. വമൻ യഫ്അൽ ദാലിക, ആരെങ്കിലും അപ്രകാരം ചെയ്താൽ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമൻ യഫ്അൽ ദാലിക ഉദ്വാനം വദുൽമൻ, ആരോടെങ്കിലുമുള്ള ശത്രുത കാരണം ആത്മഹത്യ ചെയ്താൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിച്ച് എന്തോ ഒരു സംസാരം നിനക്ക് പിടിക്കാതെ വന്നപ്പോ മുല കുടിക്കുന്ന കുഞ്ഞിനെയും എടുത്തിട്ട് ഒരൊറ്റ ഓട്ടം കിണറ്റിൽ പോയിട്ട് ഒരൊറ്റ ചാട്ടം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആരോടെങ്കിലുമുള്ള ശത്രുത കൊണ്ട് നീ ആത്മഹത്യയുടെ വഴി തെരഞ്ഞെടുത്താൽ, അല്ലെങ്കിൽ സ്വന്തം ശരീരത്തോട് അക്രമം കാണിച്ചുകൊണ്ട് ആ മരണത്തിന്റെ വഴി തെരഞ്ഞെടുത്താൽ, ഫസൗഫ നുസ്ലീഹി നാറാ, ഭാവിയിൽ നിനക്ക് വരാനിരിക്കുന്നത് നാറാ, 100% നരകമായിരിക്കുമെന്ന കഥ മറന്നുപോവണ്ട. ഭർത്താവിനോടുള്ള പിണക്കം അത് 1-2 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാവാം. എന്നാൽ നരകത്തിലുള്ള ശിക്ഷയോ കാലാകാലം കിടന്നനുഭവിക്കേണ്ടതല്ലയോ? അതുകൊണ്ട് ഫസൗഫ നുസ്ലീഹി നാറാ, അവർ നരകത്തിന്റെ ബലിയാടുകളായി മാറും. വകാന ദാലിക അലല്ലാഹി യസീറാ, അത് അല്ലാഹുവിന് വളരെ എളുപ്പമാകുന്നു. അതുകൊണ്ട് പെണ്ണുങ്ങളെ, ലോല മനസ്സിന്റെ ഉടമകളാണ് സഹോദരിമാർ. എന്റെ സ്നേഹനിധിയായ പെങ്ങളെ, നിനക്ക് വല്ല പ്രയാസവും വന്നാൽ, നിനക്ക് വല്ല ദുരന്തവും വന്നാൽ, നീ എടുത്തു ചാടിയിട്ട് ആത്മഹത്യ പോലുള്ള വഴി തെരഞ്ഞെടുക്കരുത് കേട്ടോ. ഈ റമദാനിലും നമ്മൾ വായിച്ചു 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് വെള്ളത്തിൽ ചാടിയ ഒരു ഉമ്മയുടെ കഥ. 1-2 എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ പറഞ്ഞതാണ്. ആ നിലയിൽ ആത്മഹത്യയുടെ വഴിയിലേക്ക് ആലോചിക്കുന്നത്, അതിന്റെ പിറകിൽ ഈ മീഡിയകളുടെ വലിയ ഒരു മെസ്സേജ് ഉണ്ട് എന്ന് അവിതർക്കിതമായി ലോകം സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ക്രിമിനൽ സ്വഭാവത്തിലേക്ക് നമ്മുടെ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ അടുത്ത് ഗവേഷണം നടത്തിയ ചില ഗവേഷകന്മാരുടെ പ്രബന്ധം, അതിലവർ സൂചിപ്പിക്കുന്നത്, നമ്മുടെ മക്കൾ കമ്പ്യൂട്ടർ കിട്ടിയാൽ അവർ ഗെയിം കളിക്കുന്നവരാണ്. എന്നാൽ അവർക്ക് കളിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഗെയിം ഗണ്ണെടുത്തിട്ട് AK-47 പോലുള്ള തോക്കെടുത്തിട്ട് തുരുതുരാ വെടിവെച്ചിട്ട്
ആളുകളെ കൊല്ലുക. എന്നിട്ട് ആരാണ് ഏറ്റവും കൂടുതൽ ആളെ കൊന്നത്? കമ്പ്യൂട്ടറിൽ ഓരോരുത്തരെ വെടിവെച്ചിടുക. 5ഉം 10ഉം ഒക്കെ ആളിങ്ങനെ തുരുതുരാ വെടിവെക്കുക. ആരാണോ ഏറ്റവും അധികം ആളെ കൊല്ലുന്നത് അവൻ വിജയിച്ചു. അതാ കമ്പ്യൂട്ടറിലെ ഒരു ഗെയിം. കുഞ്ഞുമക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗെയിം അതാണത്രേ. തുമ്പിയെ പിടിക്കും പോലെ ഉറുമ്പിനെ കൊല്ലുന്ന ലാഘവം പോലും ഇല്ലാതെ മനുഷ്യന്മാരിങ്ങനെ വെടിവെച്ച് കളിക്കുക. അത് മനുഷ്യന്റെ ഒരു സിമ്പലാണെങ്കിലും അതിലടങ്ങിയിരിക്കുന്ന മെസ്സേജ് എന്താ? മക്കളുടെ ക്രിമിനൽ സ്വഭാവം വല്ലാതെ വികസിപ്പിക്കുകയാണ് ഇത്തരം മീഡിയകൾ. ഇപ്പൊ ആത്മഹത്യ ഇതിന് വല്ലാത്ത ഒരു ദുരന്തമാണ്. വിഷമങ്ങൾ വരാം പെണ്ണേ, പ്രയാസങ്ങൾ വരാം സഹോദര, അതൊക്കെ സഹിക്കേണ്ടവരാണ് നമ്മൾ. ആലോചിച്ചു നോക്ക് നിങ്ങൾ. ബഹുമാനപ്പെട്ട ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ പോയ ഒരു സന്ദർഭം മഹാന്മാരായ സഹാബത്ത് പറയും, ദഖൽനാ അലാ ഖബ്ബാബ്. ബഹുമാനപ്പെട്ട ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ ഞങ്ങൾ കാണാൻ പോയി. വഖദ് ഇക്തവാ സബ്അ കയ്യാത്. പഴയ പ്രാചീന കാലത്തെ ഒരു ചികിത്സാ രീതിയാണ് ചൂടുവെക്കുക എന്ന് പറയും. കൊമ്പ് വെക്കുക, കൊത്തിവെക്കുക, അതേപോലെ ചൂടുവെക്കുക. ഇതൊക്കെ പഴയ കാലത്ത് ചില ചികിത്സാ രീതികളാണ്. ആ ചൂടുവെക്കുന്നതിന്റെ പുതിയ രൂപത്തിന് ഒരുപക്ഷെ റേഡിയേഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടായിരിക്കാം. മനുഷ്യന് വേദന വരുന്ന സ്ഥലത്ത് പ്രത്യേകമായ രശ്മികൾ കടത്തിവിട്ട് ആ ഭാഗം മരവിപ്പിച്ച് കളയുന്ന അല്ലെങ്കിൽ കരിച്ചു കളയുന്ന ആധുനിക ചികിത്സാ രീതി പഴയ ചൂടുവെക്കലിന്റെ പുതിയ പതിപ്പാവാം. ബഹുമാനപ്പെട്ട ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ ചെന്നപ്പോ മഹാനവർകളുടെ വയറിന് 7 പ്രാവശ്യം ചൂട് വെച്ചിട്ടുണ്ട്. വല്ലാത്ത ഒരു സ്റ്റേജിൽ മഹാനവർകൾ ഇങ്ങനെ കിടക്കുകയാണ്. 7 പ്രാവശ്യം ചൂട് വെച്ചിട്ടുണ്ട് വയറിന് വന്ന അസുഖം കാരണം. മഹാനവർകൾ വിതുമ്പി കരഞ്ഞിട്ട് അന്ന് ഞങ്ങളോട് പറഞ്ഞു, സഹാബത്ത് പറയുന്നു, ലൗമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ നഹാനാ, നമ്മളെ വിലക്കിയിരുന്നില്ല എന്നുവെങ്കിൽ അന്നദുഅ ബിൽ മൗത്ത്, മരിച്ചു കിട്ടാൻ വേണ്ടി ദ്വാരക്കാൻ അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ തടഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ലദഅഉതു ബിഹി, ഞാൻ ദ്വാരന്നു പോവായിരുന്നു. പടച്ചവനെ ഒന്നെന്നെ മരിപ്പിക്കണേ എന്ന് ഞാൻ ദ്വാരന്നു പോകുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. പിന്നെന്താ ഞാൻ ദ്വാരക്കാത്തത്? മരണം വേഗമാക്കി കിട്ടാൻ ദ്വാരക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ വിലക്കിയത് കൊണ്ടാണ് ഞാൻ ദ്വാരക്കാത്തതെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. ഇനിയോ ആത്മഹത്യയുടെ ശിക്ഷ ഭയങ്കരമാണ്. ഇമാം ബുഖാരി തങ്ങൾ തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു. ഞാനിത് പറയാനുണ്ടായ സാഹചര്യം ഇന്ന് അത്തരം പ്രവണതകൾ കൂടിയത് കൊണ്ടാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, മൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു, ഒരു മനുഷ്യൻ പർവ്വത ശിഖരത്തിൽ കയറി താഴോട്ട് ചാടിയിട്ട് തന്റെ ജീവൻ നശിപ്പിച്ചാൽ ഫഹുവ ഫീ നാരി ജഹന്നം, അവൻ ജഹന്നമാകുന്ന നരകത്തിൽ യതറദ്ദാ ഫീഹി ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, കാലാകാലം അവൻ നരകത്തിൽ നിന്ന് ഇതേ രൂപത്തിൽ ചാടി ചത്തുകൊണ്ടിരിക്കേണ്ടി വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പിന്നെ ചാവാൻ കഴിയില്ല. സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, ഖുർആൻ പറയുന്നുണ്ട്, അവിടെ എത്തിയാ പിന്നെ മരണമില്ല. അപ്പോ ആത്മഹത്യ ചെയ്തവൻ നിരന്തരം അത് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ. ഇനിയോ വമൻ തഹസ്സാ സുമ്മൻ, സയനൈഡ് വിഴുങ്ങിയതാണ്, അല്ലെങ്കിൽ വീട്ടിലുള്ള ഫ്യൂരഡാൻ കലക്കി കുടിച്ചതാണ്, അല്ലെങ്കിൽ റാറ്റ് പോയിസൺ എടുത്ത് കഴിച്ചതാണ്, എലിവിഷം കഴിച്ചിട്ടാണ് മരിച്ചത്. എന്നാൽ ഫഖതല നഫ്സഹു, ആ നിലക്കാണ് അവന്റെ ശരീരത്തെ അവൻ കൊന്നതെങ്കിൽ ഫസുമ്മുഹു ഫീ യദിഹി, അതിലും കടുത്ത വിഷം അവന്റെ കയ്യിൽ അല്ലാഹു കൊടുക്കും. എന്നിട്ട് യതഹസ്സാഹു ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ,
കാലാകാലം നരകത്തിൽ അവൻ ആ രൂപത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കേണ്ടി വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് സഹീഹുൽ ബുഖാരിയിലുണ്ട്. ഇനിയോ വമൻ ഖതല നഫ്സഹു ബിഹദീദത്തിൻ, ഒരു ബ്ലേഡ് വാങ്ങിയിട്ട് ഞരമ്പ് മുറിച്ചിട്ടാണ് ഒരുത്തി ആത്മഹത്യ ചെയ്തത്, അല്ലെങ്കിൽ ഒരുത്തൻ ആത്മഹത്യ ചെയ്തത് ഞരമ്പ് കട്ട് ചെയ്തിട്ടാണ്. എന്നാൽ ആ ആയുധം അവൻ വയറ്റിലേക്ക് കുത്തിയിറക്കേണ്ടി വരും. നിരന്തരം അവനാ മഹ്ശർ നരകത്തിൽ ആ വൃത്തികെട്ട പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം, തമാശക്ക് വേണ്ടി ക്യാമറ ഇല്ലാത്ത ഫോണില്ല, അതിന്റെ ദുരന്തം നമ്മൾ കണ്ടു, നമ്മൾ വായിച്ചു ഒരു വികൃതി പയ്യന്റെ കഥ ഞാൻ വായിച്ചത് ഞാൻ ഓർക്കുന്നു. അവനെ കുറ്റവാളിയായിട്ട് പിടിച്ചു. അവന്റെ ഫോണിൽ നിന്ന് വൃത്തികെട്ട കുറേ ഫോട്ടോസ് പ്രധാന അധ്യാപകൻ പിടിച്ചു. അവനെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോ മനസ്സിലാക്കണേ മക്കളതിന്റെ ദുരുപയോഗം എങ്ങനെ. അവനെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോഴോ അവൻ പറഞ്ഞു, എവിടെ നിന്നാടാ ഈ വൃത്തികെട്ട ഫോട്ടോസ് നിനക്ക് കിട്ടിയത്? ഉടുമുണ്ടില്ലാതെ കുളിക്കുന്ന ഫോട്ടോ, ആണിന്റെ നഗ്ന ഫോട്ടോ, പെണ്ണിന്റെ നഗ്ന ഫോട്ടോ, എവിടെ നിന്നാണടാ നീ ഒപ്പിച്ചെടുത്തത്? അപ്പോഴാ ചുരുളഴിയുന്നത് വലിയ ഒരു റാക്കറ്റ് ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടിക്ക് ദിവസവും 100ഉം 200ഉം ഒക്കെ രൂപ കൊടുത്തിട്ട് സ്കൂൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില ആളുകൾ ഈ നിഷ്കളങ്കനായ പൈതലിന് ദുരുപയോഗം ചെയ്തു. അവന്റെ കയ്യിലുള്ള ഫോൺ അവർ ദുരുപയോഗം ചെയ്തു. അവനെയും മനുഷ്യ ഈ കുഞ്ഞുമോനോട് പറഞ്ഞു, മോനെ അമ്മ രാവിലെ കുളിക്കാറില്ലേ? കുളിക്കാറുണ്ട്. എവിടെന്നാ കുളിക്കാറുള്ളത്? ഇന്ന സ്ഥലത്ത് നിന്ന്. അവിടെ നീ മൊബൈൽ ഫോൺ ഒളിപ്പിച്ചു വെക്കണം. എന്നിട്ട് അമ്മ കുളിക്കുന്ന രംഗം നിന്റെ ഫോണിൽ പകർത്തണം. വേറൊന്നും നീ ചെയ്യണ്ട, അത് ഞങ്ങൾക്കും കൊണ്ടുവന്നാ മതി. 1000 തരാം, 100 തരാം, 200 തരാം. കുഞ്ഞുമോനെ സംബന്ധിച്ചിടത്തോളം അവന് സ്കൂളിൽ കാശ് കിട്ടിയാൽ അത് തന്നെയാണ് അവന്റെ ഹരം. ചോക്ലേറ്റ് വാങ്ങാം, ഐസ്ക്രീം വാങ്ങാം, തോന്നിയതൊക്കെ വാങ്ങിത്തിന്നാം. എന്നിട്ട് കുഞ്ഞുമോൻ സെൽഫിന്റെ പിറകിൽ അമ്മ അടിവസ്ത്രം മാറ്റുമ്പോഴും അമ്മ ഡ്രസ്സ് മാറ്റുമ്പോഴൊക്കെ ഈ കുഞ്ഞുമോൻ ഒളിഞ്ഞിരുന്നിട്ട് അമ്മയുടെ നഗ്നത ഒപ്പിയെടുക്കാൻ, അതും കാത്തിട്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ചില വൃത്തികെട്ട കഴുകന്മാർ കാത്തിരിക്കുന്നു. ഈ പെണ്ണിന്റെ നഗ്നത അവർ ലോകത്ത് മുഴുവനും വെച്ച് കാശാക്കി. പലർക്കും അവരത് ഡൗൺലോഡ് ചെയ്ത് കൊടുത്തു. അതിനവർ കാശ് വാങ്ങി. സ്വന്തം മകനെ ഉപയോഗിച്ചിട്ട് മൊബൈൽ ഫോൺ ദുരുപയോഗം എത്ര കണ്ടു. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ മൊബൈൽ ഫോണിന്റെ ടെക്നോളജി പഠിച്ച ആളുകൾ ഉണ്ടാവുമല്ലോ ഈ കൂട്ടത്തിൽ. നമ്മൾ രസത്തിന് വേണ്ടി നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ കൊണ്ട് സ്വന്തം ഭാര്യയുടെ ഒരു ഫോട്ടോ എടുത്തു എന്ന് കരുതുക. നമ്മുടെ കാഴ്ചപ്പാടിൽ അതൊരു വലിയ തെറ്റല്ല എന്ന് നമ്മൾ വിചാരിക്കും. വെറുതെ ഒരു രസത്തിന് ഭാര്യയുടെ എന്തോ ഒരു ഫോട്ടോ എടുത്തു. അത് നഗ്നമാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടികളാവാം. ഏതോ ഒരു ഫോട്ടോ എടുത്തു രസത്തിന് വേണ്ടി. അത് കണ്ടിട്ടങ്ങ് മായ്ച്ചു കളയാം, ഡിലീറ്റ് ചെയ്തു കളയാം എന്ന് നമ്മൾ വിചാരിച്ചാൽ തന്നെയും മൊബൈൽ ഫോണിനെ കുറിച്ച് അറിയുന്നവർക്കറിയാം, ഞാൻ എന്റെ കൈ കൊണ്ട് അത് ഡിലീറ്റ് ആക്കിയാലും ഞാൻ ആ ഫോൺ എന്തെങ്കിലും സർവീസ് ചെയ്യാൻ ഒരു ടെക്നീഷ്യന്റെ കയ്യിൽ കൊടുത്താൽ ഞാൻ ഡിലീറ്റ് ആക്കിയ എന്റെ ഭാര്യയുടെ നഗ്ന ഫോട്ടോ അവന് പുറത്തെടുക്കാൻ സാധിക്കുമെന്ന് ആധുനിക മൊബൈൽ ഫോൺ ടെക്നോളജി പഠിച്ച കുഞ്ഞു മക്കൾക്ക് വരെ അറിയാം. നമ്മൾ അറിയുമോ ഈ ഒരവസ്ഥ? എന്നെങ്കിലും ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോ നീയും നിന്റെ ഭാര്യയും രതിക്രീഡയിൽ ഏർപ്പെടുന്ന വീഡിയോ അതിൽ കണ്ടാൽ അത്ഭുതപ്പെടണ്ട. കാരണം നീ അത് ഡിലീറ്റ് ആക്കിയാലും അതിനെ രണ്ടാമത് പുറത്തു കൊണ്ടുവരാനുള്ള ടെക്നോളജി ഒരു മൊബൈൽ ടെക്നീഷ്യൻ അറിയാം. നമ്മൾ എത്ര പേർ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാണ്? നമ്മൾ എത്ര പേർ ഈ മീഡിയയെ ദുരുപയോഗം ചെയ്യുന്നു? വെറുതെ തമാശക്ക് വേണ്ടി എടുക്കുന്ന ഫോട്ടോസ്. അതേപോലെ തന്നെ അറബ് നാട്ടിൽ മരുഭൂമിയിൽ പണിയെടുക്കുന്ന സാധു, അവന്റെ പണിയൊക്കെ കഴിഞ്ഞ് രാത്രി 12 മണിക്ക് അവൻ വീഡിയോ കോൺഫറൻസിലൂടെ ഭാര്യയെ വിളിച്ചിട്ട് അവൻ പറഞ്ഞു, നീ അങ്ങനെ നിൽക്ക് ഇങ്ങനെ നിൽക്ക് എന്നൊക്കെ പറഞ്ഞു. ആ സാധു വിചാരിച്ചു, ഞാനും എന്റെ ഭർത്താവും മാത്രമല്ലേ ഉള്ളൂ, ഇതിനിടയിൽ കയറി വരുന്ന കുറെ നുഴഞ്ഞുകയറ്റക്കാരുണ്ട്, നമ്മൾക്കറിയില്ല.
നമ്മളറിയാതെ ഈ സൈറ്റിലേക്ക് കയറി വന്ന് ഹാക്ക് ചെയ്ത് ഇത് കട്ടുകൊണ്ടുപോയി നിന്റെ ഭാര്യയുടെ നഗ്നത ലോകം മുഴുവനും എത്തിക്കുന്ന ആളുകൾ എത്രയോ ഉണ്ട്. നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോ വളരെ ഗൗരവമുള്ളവരും ചിന്തിക്കുന്നവരുമാവണം, വിഡ്ഢികളാവാൻ പാടില്ല. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വൃത്തികെട്ട ദുരുപയോഗം അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതമുണ്ടാക്കും. ഈ അടുത്ത് നമ്മളൊക്കെ പത്രത്തിൽ വായിച്ച ഒരു മരണത്തിന്റെ വാർത്ത. എന്തായിരുന്നു മരണത്തിന്റെ വാർത്ത? ഒരു വിവാഹമോചനമായിരുന്നു മരണത്തിൽ കലാശിച്ചത്. ഭാര്യക്ക് ഒരു കാമുകൻ, അവളുടെ ഭർത്താവ് വിദേശത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ മനുഷ്യന്റെ ഭാര്യയ്ക്ക് ഇവിടെ ഒരു കാമുകൻ, ആ കാമുകനും അവളും തമ്മിൽ വല്ലാത്ത ബന്ധം. അത് ഭർത്താവ് അറിയില്ല. അവർ പല രംഗങ്ങളും ഈ മനുഷ്യൻ അവന്റെ വീഡിയോയിൽ പകർത്തി നല്ല സുഖകരമായി ഭർത്താവിന്റെ ചെലവിൽ അവർ മധുവിധു ആഘോഷിച്ചുകൊണ്ടിരുന്നു. കുറെ ദിവസം കഴിഞ്ഞപ്പോ ഈ സംശയരോഗിയായ കാമുകന് ബോധ്യമായി, ഞാൻ പ്രേമിക്കുന്ന ഈ പെണ്ണിന് വേറൊരു കാമുകനും കൂടെ ഉണ്ട്, ഭർത്താവിനെ കൂടാതെ ഞാൻ കൂടാതെ വേറൊരു കാമുകനും കൂടെയുണ്ട്. അതയാൾ അറിഞ്ഞപ്പോ അവളോട് പറഞ്ഞു, അവനെ നീ ഒഴിവാക്കണം. അവൾ പറഞ്ഞു, എനിക്ക് രണ്ടാളും ഒരുപോലെയാണ്, രണ്ടാളും എന്റെ കരളിന്റെ കഷണങ്ങളാണ്. അവൻ പറഞ്ഞു, എങ്കിൽ എനിക്ക് നീയുമായിട്ടുള്ള ബന്ധം തുടരാൻ കഴിയില്ല. അവൻ ഉടനെ യൂട്യൂബിലേക്ക് വിട്ടു ഈ വൃത്തികെട്ട വീഡിയോ. അവനും ഈ പെണ്ണും തമ്മിൽ നടത്തുന്ന ലൈംഗികതയുടെ വൃത്തികെട്ട വീഡിയോകൾ അയാൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു. അറബ് നാട്ടിൽ പണിയെടുക്കുന്ന ഭർത്താവ് യാദൃശ്ചികമായി ഏതോ സൈറ്റിലൂടെ കടന്നു ചെന്നപ്പോ കണ്ടത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയും വേറൊരുത്തനും തമ്മിൽ നടത്തുന്ന വൃത്തികെട്ട വീഡിയോ. കൊല നടക്കാൻ, വിവാഹമോചനം നടക്കാൻ വേറെ എന്താ വേണ്ടത്? ഒരു മനുഷ്യനെ പിഴപ്പിക്കാൻ, അവനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ കേവലം 1000 രൂപയുടെ ചൈനക്കാരന്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു മൊബൈൽ ഫോൺ മതി പെണ്ണേ. മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം. ആ മൊബൈൽ ഫോണിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെന്ന് നിനക്കറിയില്ലെങ്കിലും അത് ഉപയോഗിക്കുന്നവർക്കറിയാം. യൂട്യൂബിലൊക്കെ കയറിയാൽ സെക്സ് സംസാരങ്ങൾ ഇടയ്ക്കിടെ കയറി വരും. നാദാപുരത്തെ പെൺകുട്ടിയുടെ സംസാരം, കല്ലിക്കണ്ടിയിലെ പെൺകുട്ടിയുടെ സംസാരം, തൂവക്കുന്നിലെ പെൺകുട്ടിയുടെ, വിളക്കോട്ടൂരിലെ പെൺകുട്ടിയുടെ ലൈംഗിക സംസാരങ്ങൾ യൂട്യൂബിലൊക്കെ കയറുന്നവർക്കറിയാം. സുബ്ഹാനല്ലാഹ്, ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരും. നിങ്ങൾ പലരും നിങ്ങളെ വിളിക്കുമ്പോ നിങ്ങൾ അറിയുന്നില്ല ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടെന്ന്. നിങ്ങൾക്കറിയില്ല യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ ഉറ്റവരും മുടയവരും അത് കേൾക്കുമ്പോ അവർക്ക് ബോധ്യമാവും, ഇന്ന് റോഡിലൂടെ വന്നാൽ എന്റെ വീട്ടിലെത്താം, ഇന്ന് പറമ്പിന്റെ മുന്നിലാണ് എന്റെ വീട്, എന്റെ വീട്ടിന്റെ മുന്നിലാണ് ഇന്ന് സ്കൂള്, നീ ഇന്ന് രാത്രി വരുമോ എന്ന് ചോദിക്കുമ്പോ അത് ഇന്ന് ആഴ്ചയാണെന്ന് മനസ്സിലാക്കാൻ ഗവേഷണമൊന്നും നടത്തേണ്ടി വരില്ല. ഇങ്ങനെ എത്രയെത്ര വീഡിയോകൾ, എത്രയെത്ര ഫോൺ സംസാരങ്ങൾ യൂട്യൂബ് അടക്കമുള്ള സോഷ്യൽ നെറ്റ്വർക്കുകളിൽ കാണാൻ സാധിക്കും. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കണം. ഇന്റർനെറ്റും അതുപോലെയുള്ള ഫേസ്ബുക്ക് അടക്കമുള്ള ഈ മാധ്യമങ്ങളുടെ നന്മകൾ ഉപയോഗിക്കുകയും അതിന്റെ തിന്മകൾക്കെതിരെ ബോധവാന്മാരുമാകുകയും ചെയ്യുക. ഒരുപാട് നന്മകൾ ഇതിലൂടെയൊക്കെ കണ്ടെത്താൻ നമുക്ക് സാധിക്കും. ഒരുപാട് നന്മകൾ. ഉദാഹരണമായിട്ട് ഇന്നലെയും മിനിഞ്ഞാന്ന് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ ഇവിടെ നടന്ന പ്രഭാഷണം അതേ സമയം ലോകം മുഴുവനും കണ്ടുകൊണ്ടിരുന്നു. SKSF-ന്റെ ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ദുബൈയിൽ നിന്ന് കണ്ട ആള് എന്നെ വിളിച്ചു, ഖത്തറിൽ നിന്ന് കണ്ട തൂവക്കുന്നുകാരൻ ഇന്നലെ എന്നെ വിളിച്ചു. ലോകം മുഴുവനും അത് കണ്ടുകൊണ്ടിരിക്കുന്നു. അനന്ത സാധ്യതകൾ പ്രബോധനത്തിന് നമ്മൾക്ക് ഉപയോഗിക്കാം. ആലിമീങ്ങളുടെ പ്രസംഗങ്ങൾ കേൾക്കാം, ഖുർആൻ പണ്ഡിതന്മാരുടെ ഖുർആനോത്ത് കേൾക്കാം. ഒരുപാട് പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ അതിൽ നിന്ന് നമ്മൾക്ക് നേടിയെടുക്കാം. അതൊക്കെ നമ്മൾ ഉപയോഗിക്കുകയും ഇത്തരം വൃത്തികേടുകൾക്കെതിരെ നമ്മൾ പ്രതികരിക്കുകയും വേണം. അതിന് ചില വഴികൾ, മക്കൾ പഠിക്കുന്ന മക്കൾക്ക് ചിലപ്പോൾ ലാപ്ടോപ്പ് വേണ്ടി വന്നേക്കാം, കമ്പ്യൂട്ടർ വേണ്ടി വന്നേക്കാം. അതൊക്കെ ഉപയോഗിക്കുമ്പോ കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ ശീലിപ്പിക്കണം. വീട്ടിലുള്ള കമ്പ്യൂട്ടർ എല്ലാവർക്കും എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ ക്രമീകരിക്കണം. ജ്യേഷ്ഠന് തുറക്കാം, അനുജന് തുറക്കാം,
അനുജന്റെ പാസ്വേഡ് ജ്യേഷ്ഠനറിയാം, ജ്യേഷ്ഠന്റെ പാസ്വേഡ് ബാപ്പക്കറിയാം, ബാപ്പാന്റെ പാസ്വേഡ് മോൾക്കറിയാം. എല്ലാവർക്കും തുറക്കാൻ പറ്റണം. അങ്ങനെ തുറക്കാൻ പറ്റുമ്പോൾ അതിന് ദുരുപയോഗമില്ല. എന്നാൽ നിന്റെ മകൻ മാത്രം മുറിയുടെ ഉള്ളിൽ വെച്ചത് ഉപയോഗിക്കുമ്പോ അവൻ എന്തൊക്കെയാണ് കാണുന്നതും കേൾക്കുന്നതുമെന്ന് നിനക്ക് പറയാൻ കഴിയില്ല. ഇനി അതറിയില്ലെങ്കിൽ നമ്മൾ ആദ്യം അത് പഠിക്കണം. ചുരുക്കത്തിൽ ഈ സോഷ്യൽ മീഡിയകളും അതുപോലെ ഇന്റർനെറ്റും മൊബൈൽ ഫോണും ഒക്കെ കൂടുതലും മനുഷ്യരെ തിന്മയിലേക്ക് നയിക്കുന്നത് വ്യഭിചാരവും അനുബന്ധ പ്രവൃത്തികളിലേക്കുമാണ്. ഇസ്ലാം വളരെ വളരെ ഗൗരവമായിട്ടാണല്ലോ കാണുന്നത്. കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ് നോട്ടമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലൈനാനി, രണ്ട് കണ്ണുകൾ, ദിനാഹുമൻ നദറു, അതുകൊണ്ടുള്ള വ്യഭിചാരം നോട്ടമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കുല്ലു ഐനിൻ ബാക്കിയ, എല്ലാ കണ്ണുകളും കരഞ്ഞു തീർക്കേണ്ടി വരും. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എല്ലാ കണ്ണുകളും കരഞ്ഞു കരഞ്ഞു തീർക്കേണ്ടി വരും. ഇല്ല ഐനൻ, ഒരു കണ്ണൊഴികെ. ഏതാണ് ആ കണ്ണ്? അല്ലാഹ് ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞവന്റെ കണ്ണൊഴികെ ബാക്കിയുള്ള കണ്ണുകൾ കരയേണ്ടി വരും. അല്ലാഹ് ഹറാമാക്കിയതിൽ നിന്ന് മുഖം തിരിച്ചവന്റെ കണ്ണൊഴികെ ബാക്കിയുള്ള കണ്ണുകൾ കരയേണ്ടി വരും. എന്ന് മാത്രമല്ല, കേൾവിക്ക് സമാധാനം പറയേണ്ടി വരും. വല്ലുദിനാനി സിനാഹുമൽ ഇസ്തിമാൾ, കാതുകൊണ്ടുള്ള കേൾവിയാണ് വ്യഭിചാരം. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ, തീർച്ചയായും കേൾവിയും കാഴ്ചയും ഹൃദയാന്തരത്തിൽ മടക്കുവെക്കുന്നതടക്കം അള്ളാഹുവിങ്കൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ലജ്ജ എടുക്കപ്പെട്ടു പോയിരിക്കുന്നു. മറ്റുള്ളവർ തന്റെ പെങ്ങളും ഉമ്മയുമാണെന്ന തിരിച്ചറിവ് നമ്മളിൽ പലർക്കും നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ. നമ്മുടെ ആധുനിക സമൂഹത്തിൽ ലൈംഗികാതിക്രമങ്ങൾ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈംഗികാതിക്രമങ്ങൾ. അള്ളാന്റെ റസൂലിന്റെ അടുത്ത് വന്നു ഒരു ചെറുപ്പക്കാരൻ വന്നു. ഞാൻ ഈ ഹദീസ് വായിച്ചിട്ട് അവസാനിപ്പിക്കുന്നു, അപ്പോഴേക്ക് തങ്ങളെത്തും. ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം, അന്ന ഫതനു ശാബൻ, ഒരു നല്ല ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ, അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അയാൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. ഫഖാല, എന്നിട്ട് അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇദ്ൻ ലീ ബിസ്സിനാ, എനിക്ക് വ്യഭിചരിക്കാൻ ഒരു സമ്മതം തരണം. അയാൾ പച്ചയായിട്ട് വന്നിട്ട് പറയാ, നബിയേ, എനിക്കൊന്ന് വ്യഭിചരിക്കണം, അതിനൊരു സമ്മതം തരണം. ഇതങ്ങ് കേട്ടപ്പോ ഫഅഖ്ബലൽ ഖൗമു അലൈഹി, ജനമൊന്നാകെ അയാൾക്കെതിരെ തിരിഞ്ഞു. എന്താടാ നീ പറയുന്നത്? പച്ചയായിട്ട് തോന്നിവാസം പറയുക. വ്യഭിചരിക്കാൻ അനുമതി തരണമെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ. ആളുകളൊക്കെ അയാൾക്കെതിരെ തിരിഞ്ഞു. എല്ലാവരും അയാളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോ എല്ലാരും പറഞ്ഞു, പോടാ, ഇറങ്ങി പോടാ വിടുന്നു, എന്ത് തോന്നിവാസമാണ് നീ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അയാൾക്കെതിരെ തിരിഞ്ഞപ്പോ ഫഖാല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇതിനു മിന്നി, ഇങ്ങോട്ട് വാ, ഒരു പ്രബോധകൻ. ആരാ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകർ അയാളോട് പറഞ്ഞു, ഇങ്ങോട്ട് അടുത്തു വാ. ഫദനാ മിൻഹു ഖരീബാ, അയാൾ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നു. അയാളുടെ ചോദ്യം തോന്നിവാസമാണ്. പക്ഷെ അയാൾ ചോദിച്ചത് അള്ളാഹുവിനെ പേടിയുള്ളത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ പിന്നെന്തിനാ? വ്യഭിചരിക്കാൻ ഒരു സമ്മതം വേണോ? ചാൻസ് കിട്ടിയാ വ്യഭിചരിച്ചാ പോരെ? അയാളുടെ ആ ചോദ്യത്തിന്റെ പിറകിൽ ചെറിയ ഒരു പടച്ചവനെ പേടിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇതിനു മിന്നി, എന്റെ അടുത്തേക്ക് വാ മോനെ. ഫദനാ മിൻഹു ഖരീബാ, അയാൾ റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നു. ഫഖാല, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇജ്ലിസ്, ഇരിക്കു മോനെ, അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഫജലസ, അയാൾ അവിടെ ഇരുന്നു. വ്യഭിചരിക്കാൻ സമ്മതം ചോദിച്ചു വന്ന മനുഷ്യൻ ആ മനുഷ്യനെ അരികിൽ ഇരുത്തിയിട്ട് ഫഖാല, അവിടെ നിന്ന് ചോദിച്ചു, അതുഹിബ്ബുഹു ലി ഉമ്മിക്,
അതുഹിബ്ബുഹു, മോനെ നീ ഇഷ്ടപ്പെടുമോ? എന്തൊരു മനോഹരമാണ് അവിടുത്തെ ശൈലി. ആ ചെറുപ്പക്കാരനോട് ചോദിക്കാ, തുഹിബ്ബുഹു, മോനെ നീ ഇഷ്ടപ്പെടുമോ? ലി ഉമ്മിക്, നിന്റെ ഉമ്മയെ ഒരാൾ പിടിച്ച് വ്യഭിചരിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ മോനെ? അയാളോട് സമാധാനത്തിൽ ചോദിച്ചു, നീ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഒരാൾ പിടിച്ച് വ്യഭിചരിക്കുന്നത് കണ്ടാൽ നീ ഇഷ്ടപ്പെടുമോ? ഖാല, അയാൾ പറഞ്ഞു, ലാ വല്ലാഹി, അല്ലാഹുവാണേ സത്യം, ഞാനത് ഇഷ്ടപ്പെടൂല നബിയേ. എന്റെ പൊന്നുമ്മയെ ഒരാൾ പിടിച്ച് വ്യഭിചരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുമോ? ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടൂല നബിയേ. ഖാല, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, എന്നാ കേട്ടോ, വലന്നാസു യുഹിബ്ബൂനഹു ലിഉമ്മഹാതിഹിം, ഒരൊറ്റ മനുഷ്യന്മാരും അവരുടെ ഉമ്മമാരെ വ്യഭിചരിക്കുന്നത് ഇഷ്ടപ്പെടൂലല്ലോ. ഇഷ്ടപ്പെടുവോ? ഇല്ല. എന്നാൽ നീ വ്യഭിചരിക്കാൻ പോകുന്ന പെണ്ണ് ഏതെങ്കിലും ഒരു കുഞ്ഞിന്റെ ഉമ്മയായിരിക്കൂലേ? ഏതെങ്കിലും ഒരു കുഞ്ഞിന്റെ ഉമ്മയായിരിക്കൂലേ? അതേ നബിയെ, ശരിയാണ്. എന്നാൽ നിന്റെ ഉമ്മയെ വ്യഭിചരിക്കുന്നത് നീ ഇഷ്ടപ്പെടാത്തതുപോലെ അവന്റെ ഉമ്മയെ വ്യഭിചരിക്കുന്നത് അവൻ ഇഷ്ടപ്പെടുമോ? ഇല്ല നബിയേ, ഒരിക്കലും അത് ഇഷ്ടപ്പെടൂല. മനോഹരമായ പ്രബോധന ശൈലി. പിന്നെ അവിടെ നിന്ന് ചോദിച്ചു, അഫതുഹിബ്ബുഹു, മോനെ നീ വ്യഭിചരിക്കാൻ ഇഷ്ടപ്പെടുമോ? ലിബ്നതിക്, നിന്നോട് ചേർന്ന് കിടക്കുന്ന നിന്റെ പ്രിയപ്പെട്ട മകളെ വ്യഭിചരിക്കാൻ നീ ഇഷ്ടപ്പെടുമോ? നീ നിന്റെ സ്വന്തം മകളെ വ്യഭിചരിക്കാൻ ഇഷ്ടപ്പെടുമോ? ഖാല, ഉടനെ തന്നെ അയാൾ പറഞ്ഞു, ലാ വല്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവാണേ സത്യം, ഒരൊറ്റ മനുഷ്യനും സ്വന്തം മകളെ വ്യഭിചരിക്കാൻ ഇഷ്ടപ്പെടില്ല. അതുപോലെ ഞാനും ഇഷ്ടപ്പെടൂല. ഒരിക്കലും ഞാൻ എന്റെ മോളെ വ്യഭിചരിക്കാൻ ഇഷ്ടപ്പെടൂല. എന്നാൽ അവിടെ നിന്ന് പറഞ്ഞു, എന്നാൽ വലന്നാസു യുഹിബ്ബൂനഹു ലിബനാതിഹിം, ഒരൊറ്റ മനുഷ്യന്മാരും അവരുടെ മകളെ വേറൊരുത്തൻ വ്യഭിചരിക്കുന്നത് ഇഷ്ടപ്പെടുവോ? ഇല്ല നബിയേ. എന്നാ പിന്നെ നീ വ്യഭിചരിക്കുന്ന പെണ്ണ് ഏതോ ഒരുത്തന്റെ മോളായിരിക്കൂലേ, അവനത് ഇഷ്ടപ്പെടുമോ? അവനത് ഇഷ്ടപ്പെടുമോ? ഇശ്റത്ത് ജഹാൻ വ്യാജ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടതിന്റെ കൂടെ ഒരു മലയാളി. ആ മലയാളിയുടെ അച്ഛൻ കോടതി വിധി വന്നപ്പോ അതിൽ CBI ചില പരാമർശങ്ങൾ നടത്തിയപ്പോ അയാൾ പത്രങ്ങൾക്ക് മുന്നിൽ അഭിമുഖം കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് തൃപ്തിയായി, എന്റെ മോനെ കുറിച്ച് പറഞ്ഞവരെ ഇതാ നിയമം പുറത്തു കൊണ്ടുവരാൻ പോകും. സ്വന്തം മക്കളെ പീഡിപ്പിക്കുന്നത് ആരാ ഇഷ്ടപ്പെടുക? അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, മോനെ നീ വ്യഭിചരിക്കാൻ പോകുന്ന പെണ്ണ് ഏതെങ്കിലും ഒരുത്തന്റെ മോളായിരിക്കൂലേ? അപ്പൊ ആ പരിപാടി ശരിയുണ്ടോ? കാല അയാൾ പറഞ്ഞു, ഇല്ല നബിയേ, തെറ്റാണ്. വീണ്ടും അവിടെ നിന്ന് ചോദിച്ചു, അഫതുഹിബ്ബുഹു ലിഉഖ്തിക്, നിന്റെ മോളവിടെ നിൽക്കട്ടെ, നിന്റെ സ്വന്തം പെങ്ങളെ വ്യഭിചരിക്കാൻ നീ ഇഷ്ടപ്പെടുമോ? ഖാല, അയാൾ പറഞ്ഞു, ലാ വല്ലാഹി യാ റസൂലല്ലാഹ്, ഒരിക്കലും ഇല്ല നബിയേ, അല്ലാഹു ആണേ സത്യം, ഒരിക്കലും ഞാൻ അത് ഇഷ്ടപ്പെടില്ല. എന്നാൽ നോക്കുമോനെ, നീ വ്യഭിചരിക്കാൻ പോകുന്ന പെണ്ണ് ഏതോ ഒരുത്തന്റെ പെങ്ങളായിരിക്കൂലേ, ആരുടെയോ പെങ്ങളായിരിക്കൂലേ, അവരത് ഇഷ്ടപ്പെടുമോ? ഒരിക്കലുമില്ല. അവിടെ നിന്ന് ഇങ്ങനെ തുടർന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു, എന്നാ നിന്റെ ബാപ്പാന്റെ പെങ്ങളെ നീ വ്യഭിചരിക്കുമോ? ഇല്ല നബിയെ, ഒരിക്കലുമില്ല. എന്നാ നീ വ്യഭിചരിക്കുന്ന പെണ്ണ് ഏതോ ഒരുത്തന്റെ ബാപ്പയുടെ പെങ്ങളായിരിക്കൂലേ? പിന്നെ അവിടെ നിന്ന് ചോദിച്ചു, നിന്റെ ഉമ്മയുടെ അനുജത്തിയെ നീ വ്യഭിചരിക്കുമോ? ഉമ്മാന്റെ ജ്യേഷ്ഠത്തിയെ, നിന്റെ മുത്തുമ്മയെ നീ വ്യഭിചരിക്കുമോ? ഒരിക്കലുമില്ല നബിയേ. എന്നാ നീ വ്യഭിചരിക്കാൻ പോകുന്ന പെണ്ണ് ഏതോ ഒരുത്തന്റെ ഉമ്മയുടെ അനുജത്തിയായിരിക്കില്ലേ, ഏതോ ഒരുത്തന്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയായിരിക്കില്ലേ? ഇതൊക്കെ കൂടി കേട്ടപ്പോ അയാളുടെ കണ്ണ് നനഞ്ഞുപോയി. ഞാൻ ചെയ്യുന്നത് എന്തൊരപരാധം! ഒരു ബോധം, ആരുടെയോ പെങ്ങളാണ്, ഏതോ ഒരുത്തന്റെ ഉമ്മയെയാണ്, ഏതോ ഒരുത്തന്റെ മകളെയാണ്, ഏതോ ഒരുത്തന്റെ ബാപ്പയുടെ പെങ്ങളെയാണ്, ഏതോ ഒരുത്തന്റെ ഉമ്മയുടെ അനുജത്തെയാണ്, അമ്മയുടെ അനുജത്തെയാണ് എനിക്ക് കിട്ടിയതെന്ന് ചിന്തിച്ചാൽ എന്റെ ഉമ്മയുടെ അനുജത്തിയുടെ പുറത്ത് കയറാൻ ഞാനും നീയും വെറുക്കുന്നത് പോലെ ഇവന്റെ ഉമ്മയുടെ അനുജത്തിയുടെ ശരീരത്തിൽ കയറുന്നത് അവനും വെറുക്കൂലേ? ഇത് ചിന്തിച്ചാൽ ആർക്കാണ് വ്യഭിചരിക്കാനും സാധിക്കുക?
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യഭിചരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച ആ മനുഷ്യനെ പിന്തിരിപ്പിച്ചത് ഈ പ്രപഞ്ചത്തിലുള്ള മറ്റ് സഹോദരിമാർ അവന്റെ സ്വന്തം പെങ്ങളെപ്പോലെ, അല്ലെങ്കിൽ അവന്റെ ഉമ്മയെപ്പോലെ, അവന്റെ ഉമ്മയുടെ അനുജത്തിയെപ്പോലെ, ജ്യേഷ്ഠത്തിയെപ്പോലെ, ബാപ്പാന്റെ പെങ്ങളെപ്പോലെ കാണേണ്ട ആളുകളാണ് മറ്റുള്ളവർ എന്ന നല്ല ഒരു മെസ്സേജ് കൊടുത്തിട്ട് ആ മനുഷ്യനെ അള്ളാന്റെ റസൂല് തിരിച്ചുവിടുന്നത് ഇങ്ങനെയാണ്. അയാളുടെ പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈവച്ചു. വ്യഭിചരിക്കാൻ സമ്മതം ചോദിച്ച മനുഷ്യനെ നീചനായി കാണാതെ അവനെ അടുത്തിരുത്തിയിട്ട് നല്ല ഉപദേശം കൊടുത്തു. മറ്റുള്ള പെണ്ണുങ്ങൾ നിന്റെ സഹോദരനാണെന്ന മെസ്സേജ് കൊടുത്തു. വൃത്തികേടിന്റെ സർവ്വവാതിലുകളും അടച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. സംശയത്തിന്റെ ഒരു ലാഞ്ചന പോലും വരുന്നത് അള്ളാഹുവിന്റെ ദീൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഇത്തരം മീഡിയകളെ ദുരുപയോഗം ചെയ്യുന്നതും സംശയകരമായ രീതിയിൽ അതിനോട് നാം താല്പര്യം പ്രകടിപ്പിക്കുന്നതും വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കി തീർക്കുമെന്ന് ഉൾക്കൊള്ളാൻ ഇത്ര നേരത്തെ സംസാരം നിങ്ങൾക്ക് കാരണമായിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യഭിചരിക്കാൻ അനുമതി ചോദിച്ച ആ മനുഷ്യന്റെ പുറത്ത് കൈവച്ച് അവസാനം അയാളെ മടക്കി വിടുന്നത് ഇങ്ങനെയാണ്. അയാളെ തലോടിക്കൊണ്ട് അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗ്ഫിർ ദംബഹു വതഹിർ ഖൽബഹു വഅഹ്സിൻ ഫർജഹു. പടച്ചവനെ, വ്യഭിചരിക്കാനുള്ള ത്വരയോടെ എന്നെ കാണാൻ വന്ന ഈ മനുഷ്യന്റെ തെറ്റ് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. വതഹിർ ഖൽബഹു, ഇവന്റെ ഹൃദയം നീ ശുദ്ധമാക്കി കൊടുക്ക റബ്ബേ. വഅഹ്സിൻ ഫർജഹു, അവന്റെ ലൈംഗികതക്ക് സുരക്ഷ കൊടുക്കണേ തമ്പുരാനെ എന്ന് പറഞ്ഞിട്ട് തോന്നിവാസം ചെയ്യാൻ വന്ന ഒരു മനുഷ്യനെ തഖ്വയുള്ളവനാക്കി പറഞ്ഞേക്കുന്നുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു, ഇസ്ലാം തെറ്റിദ്ധാരണയുടെ ഒരു ചെറിയ അംശം പോലും ഇസ്ലാം ഇഷ്ടപ്പെടുന്നില്ല. ഇതുമായി കൂട്ടി പറയേണ്ട പല വസ്തുതകളുമുണ്ട്. ഞാൻ ആ ഭാഗമൊക്കെ വിടുകയാണ്. ഒരവസരത്തിൽ ശറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫിയ്യ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ പോയി മദീനത്തെ പള്ളിയിൽ പോയിട്ട് രാത്രിയായി പോയി തിരിച്ചു പോരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ കൂടെ തന്നെ പോന്നു. രാത്രിയിൽ എന്നെ ഒറ്റക്ക് വിടുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് എന്റെ കൂടെ വന്നു. അപ്പോഴുണ്ട് അൻസാരികളായ രണ്ട് ചെറുപ്പക്കാർ റോഡിലൂടെ നടന്നു പോകുന്നു. ഇരുട്ടത്ത് അല്ലാഹുവിന്റെ റസൂലും ഒരു പെണ്ണും നടന്നു പോകുന്ന രംഗം അൻസാരികൾ കാണുന്നു. അല്ലാഹുവിന്റെ റസൂലാണതെന്ന് മനസ്സിലായപ്പോ അവർ രണ്ടാളും അതിവേഗം നടക്കാൻ തുടങ്ങി. വേഗം നടക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, അലാര് സുലിക്കുമാ, അവിടെ നിൽക്കുക. രണ്ടാളോടും അവിടെ നിൽക്കാൻ പറഞ്ഞു. അവർ രണ്ടുപേരും അവിടെ നിന്നപ്പോൾ അവിടുന്ന് അടുത്ത് ചെന്നിട്ട് തന്റെ ഭാര്യയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇതാരാന്നറിയോ? ഇതെന്റെ ഭാര്യയാണ്, ഇതെന്റെ പ്രിയപ്പെട്ട പെണ്ണാണെന്ന് പറഞ്ഞപ്പോൾ അൻസാരികളായ സഹാബത്ത് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എന്താ നബി അങ്ങ് പറയുന്നത്? ഞങ്ങൾ അങ്ങയെ തെറ്റിദ്ധരിക്കുമോ? അങ്ങ് വേറെ ആരെങ്കിലും കൂട്ടി നടക്കുമെന്ന് ഞങ്ങൾ എപ്പോഴെങ്കിലും വിചാരിക്കുമോ? അവിടെ നിന്ന് പറഞ്ഞു, ശൈത്വാൻ, മനുഷ്യന്റെ രക്തധമനികളിലൂടെ സഞ്ചരിക്കുന്ന ശൈത്വാൻ വല്ലതും തോന്നിപ്പിച്ചു തന്നാലോ എന്ന് ഞാൻ പേടിച്ചുപോയി. അതുകൊണ്ടാണ് ഞാനിതാ കാണിച്ചു തന്നിരിക്കുന്നു. ഇത് വേറെ ആരുമല്ല, എന്റെ ഭാര്യയാണ്. ശറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുക. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോ, കള്ളുകുടിയെക്കുറിച്ച് പറഞ്ഞപ്പോ കള്ളു കുടിക്കണ്ടെന്നല്ലേ പറഞ്ഞത്? എന്നാൽ വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോ മാത്രം കാണാം വലാ തഖറബുസ്സിനാ, വ്യഭിചരിക്കരുത് എന്നല്ല പറഞ്ഞത്. വ്യഭിചാരം കൊള്ള അടുത്തു പോവണ്ട. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ, വളരെ വൃത്തികെട്ട മ്ലേച്ഛമായ പരിപാടിയാണത്. അതുകൊണ്ട് വ്യഭിചരിക്കണ്ട എന്നല്ല, അതിന്റെ സൂചന നൽകുന്ന ഒന്നിലേക്കും അടുത്തു പോവണ്ട. ഇത്തരം വൃത്തികേടുകളിലേക്ക് ഒരിക്കൽ പോലും അടുത്തു പോവണ്ടെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. എന്ന് മാത്രമല്ല, ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ സനാ,
ഒരുത്തൻ വ്യഭിചരിച്ചാൽ, ഔ ശരിബൽ ഖംറ അല്ലെങ്കിൽ മദ്യം രുചിച്ചാൽ, നുസിഅ മിൻഹുൽ ഈമാൻ ഈമാൻ അവരിൽ നിന്ന് ഉരപ്പെടും. കമാ യഖലഉൽ ഇൻസാനു ഖമീസഹു ഒരു മനുഷ്യൻ അവന്റെ നീളക്കുപ്പായം തലയിലൂടെ ഊരുമ്പോ ആ കുപ്പായം മേലോട്ട് പൊങ്ങിപ്പോകുന്നത് പോലെ വ്യഭിചാരത്തിന്റെ പ്രവൃത്തിയിലേക്ക് ഒരുത്തനും ഏർപ്പെടുമ്പോ അവന്റെ ഈമാൻ ഉയർന്നു പോകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി മഹാനായ തഴവ പറയുന്നുണ്ട്. ശർത്തൂരി നീക്കും പോലെ ഈമാൻ നീങ്ങുമേ, കൃത്യം കഴിഞ്ഞാൽ മാത്രമേ അത് കൊടുമേ എന്നും ഹദീസിൽ വ്യക്തമായി കാണുന്നതാ. ഇത് ഹാക്കിമെന്നവരാൽ റിവായത്തുള്ളതാ. രുചിയുള്ള വിഭവം എന്നു നീ ധരിക്കല്ലേ, വിഷമുള്ളതാണതു തിന്നു നീ മരിക്കല്ലേ. ചിഞ്ചലമൊലിക്കും നാളഗുഹ്യമിൽ നിന്ന് എന്നുള്ളതും നബി വ്യക്തമായി പറയുന്നു. ലജ്ജിച്ചു തല താഴ്ത്തുന്നതാ നീ അന്ന്, പേടിച്ചൊഴിച്ചോ സോദരാ നീ ഇന്ന്. ആയതുകൊണ്ട് ആ വൃത്തികേടിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ പ്രവർത്തികളിൽ നിന്നും വിട്ടുനിൽക്കുക. ആബിദായ ഒരു മനുഷ്യൻ അവൻ രോഗിയായി വീട്ടിൽ പരവശനായി കിടക്കുന്നു. വീട്ടിൽ ഒരിത്തിരി ധാന്യമില്ല, ഒന്നുമില്ല, ശൂന്യമാണ്. അയാളുടെ ഭാര്യ സാധാരണ പുറത്തു പോവാറില്ല. അയാൾ ഒടുവിൽ തന്റെ ഭാര്യയെ വീട്ടിൽ നിന്ന് പുറത്തയക്കേണ്ടി വന്നു. നീ ഇന്ന കടയിൽ പോയിട്ട് ഇത്ര സാധനം വാങ്ങിക്കൊണ്ടുപോവാ. പലപ്പോഴും നമ്മൾക്ക് ഏറ്റവും പരിചയമുള്ളവരായിരിക്കും നമ്മളെ ചൂഷണം ചെയ്യുന്നത്. ഭർത്താവ് ഗൾഫിലേക്ക് പോകുമ്പോ ഭാര്യക്ക് 1-2 നമ്പർ എഴുതി കൊടുത്തു. എനിക്ക് ഏറ്റവും പരിചയമുള്ള ടാക്സിക്കാരനാണ് ഇയാൾ, എനിക്ക് ഏറ്റവും പരിചയമുള്ള റിക്ഷക്കാരനാണ് ഇയാൾ, എനിക്ക് പരിചയമുള്ള പ്ലംബറാണ് ഇയാൾ, നിനക്ക് ആവശ്യമുള്ളപ്പോ ഇവരെ വിളിച്ചാൽ മതി. ഒരുപക്ഷെ ഏറ്റവും വലിയ ശത്രുക്കൾ അവരായിരിക്കാം. നിന്നോടുള്ള പരിചയം സ്വന്തം ഭാര്യയിൽ കൊണ്ടുപോയിട്ട് വൃത്തികേടിന് പ്രേരിപ്പിക്കുന്നവർ അവരായിരിക്കാം. അതേപോലെ ഈ ആബിദായ മനുഷ്യന്റെ ഭാര്യ പലചരക്ക് കടക്കാരന്റെ അടുത്ത് ചെന്നു. സാധാരണ എന്റെ ഭർത്താവ് സാധനം വാങ്ങാറുള്ള കടയാണെന്ന് ഭർത്താവ് പറഞ്ഞതനുസരിച്ച് ചെന്നു. അവിടെ ചെന്നിട്ട് ബഹുമാനപ്പെട്ട ഗസാലി തങ്ങൾ തന്റെ കിതാബിൽ എഴുതി വെക്കുന്നു. അവിടെ ചെന്നിട്ട് ധാന്യത്തിന് ചോദിച്ചപ്പോ അയാളുടെ സ്വഭാവം മാറി. അയാൾ പറഞ്ഞു, ധാന്യമൊക്കെ ഞാൻ തരാം, പക്ഷേ നീ നിന്റെ ശരീരം എനിക്കൊന്ന് കീഴ്പ്പെടുത്തി തരണം, എന്നാൽ ഞാൻ നിനക്ക് വേണ്ടതു തരാം. അവൾ പറഞ്ഞു, അല്ലാഹുവാണേ സത്യം, ഞാൻ തെമ്മാടിത്തത്തിന് കൂട്ടുനിൽക്കില്ല, ഞാൻ ഒരിക്കലും തോന്നിവാസം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. കച്ചവടക്കാരൻ പറഞ്ഞു, എങ്കിൽ വന്നതുപോലെ നിനക്ക് പോവാം. അവൾ തിരിച്ചു വീട്ടിൽ വന്നപ്പോഴോ, എന്തെങ്കിലും ഒന്ന് കൊണ്ട ഉമ്മ, ഞങ്ങൾക്ക് വിശക്കുന്നു. അബലയായ ഒരു പെണ്ണ് എന്ത് ചെയ്യും? ഭർത്താവ് ഇവിടെ രോഗിയായിട്ട് അവശനായി കിടക്കുന്നു, മക്കളാണെങ്കിൽ വിശന്ന് പൊരിഞ്ഞിട്ട് നിലവിളിക്കുന്നു. ധാന്യത്തിന് ചോദിച്ചപ്പോ എന്റെ ശരീരം വേണമെന്നാ പറഞ്ഞത്. മക്കളുടെ ജീവൻ നിലനിർത്തണോ? എന്റെ ശരീരം അവർക്ക് കൊടുത്തിട്ട് ധാന്യം വാങ്ങി മക്കളുടെ ജീവൻ നിലനിർത്തണോ? അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മക്കളങ്ങ് മരിച്ചു പോവട്ടെ എന്ന് വിചാരിക്കണോ? ദുർബലയായ സ്ത്രീ ഒരു വേള ചിന്തിച്ചുപോയി. തെറ്റു വന്നാൽ തന്നെയും അള്ളാഹുവിനോട് മാപ്പാക്കി കളയാമെന്ന് കരുതി കാലിയായ സഞ്ചിയുമായിട്ട് ഒരു പിടി ഗോതമ്പിന് പകരം താൻ ഇന്നുവരെ കാത്തു സൂക്ഷിച്ച ശരീരം ഒരു മനുഷ്യന് കൊടുക്കാൻ സമ്മതിക്കുന്ന ഒരു രംഗം. ആ മനുഷ്യൻ ആവേശത്തോടെ വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഈ പെണ്ണുമായിട്ട് വ്യഭിചാരത്തിൽ ഏർപ്പെടാനുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോ കിതാബുകളിൽ കാണാം, ഹത്താ കാദത്ത് അഅദാഉഹാ തസൂലു അൻ മവാദിഹാ ഇർതഅദത് മഫാസിലുഹാ. വ്യഭിചാരത്തിനുള്ള ഒരുക്കമങ്ങ് തുടങ്ങി. അവളുടെ വസ്ത്രം അവൻ അഴിക്കാനങ്ങ് തുടങ്ങിയപ്പോൾ അവളുടെ ശരീരം കിടുകിടാ വിറക്കാൻ തുടങ്ങി, വല്ലാതെ വിറക്കാൻ തുടങ്ങി. ഏതുവരെ അവളുടെ അവയവങ്ങൾ വേറിട്ടു പോകുമോ എന്ന നിലയിൽ ഈ പെണ്ണിങ്ങനെ വിറക്കാൻ തുടങ്ങിയപ്പോൾ ആ തെമ്മാടിയുടെ ചോദ്യം, മാലക്കിയടി, നിനക്കെന്തു പറ്റി? എന്താ പറ്റിയത്? നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? നീ എന്തിനാണ് ഇങ്ങനെ വിറക്കുന്നത്? ആരും കാണുന്നില്ലല്ലോ, ആരും അറിയുന്നില്ലല്ലോ.
ഈ വൃത്തികേട് നിന്റെ ഭർത്താവ് അറിയില്ല, നിന്റെ മക്കളറിയില്ല, ആരോരും അറിയാത്ത ഈ ലോകത്ത് നീ എന്തിനാണ് പേടിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ആ സഹോദരി വിറച്ചുകൊണ്ട് പറയുന്നു, ഇന്നീ അഖാഫുല്ലാഹ്. ആരാരും കണ്ടില്ലെങ്കിലും, ലോകം ഈ രംഗം സാക്ഷിയാവുന്നില്ലെങ്കിൽ എന്റെ പൈതങ്ങൾ അവിടെ കിടന്ന് കരയുകയായിരിക്കാം, എന്റെ ഭർത്താവ് രോഗത്തിന്റെ കാഠിന്യത്തിൽ ഞെരങ്ങുകയാവാം, ഒക്കെ ശരിയാണ്. പക്ഷേ ഞാൻ നിന്റെ മുന്നിൽ കിടന്നു തരുമ്പോ ഇതാ കാണുന്ന ഒരു റബ്ബുണ്ടല്ലോ, ഇന്നീ അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ പേടിക്കുകയാണ്. ഇത് പറഞ്ഞപ്പോ ആ മനുഷ്യൻ ചാടി മാറിയത് ചരിത്ര പുസ്തകങ്ങളിൽ കാണാം. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട, ഞാൻ എന്റെ വിഷയം ക്രോഡീകരിക്കുന്നു. നമ്മുടെ ആധുനിക മീഡിയകൾ നാശം വിതക്കുന്നുവോ എന്ന വളരെ ഗഹനവും ഏറെ ചിന്തിക്കേണ്ടതും ഏറെ ഗൗനിക്കേണ്ടതുമായ ഈ ചർച്ച പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങൾ ഏറെ മനസ്സിലാക്കുമെന്നും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇത്തരം മീഡിയകൾ നിയന്ത്രിക്കാൻ, അതിന്റെ അനന്തമായ വിജയ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനും സമൂഹം സന്നദ്ധമാവും, അല്ലെങ്കിൽ നമ്മളൊക്കെ സന്നദ്ധമാവണം എന്ന ശുഭപ്രതീക്ഷയോടുകൂടെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു തആല നമ്മുടെ ഈ സംരംഭം വമ്പിച്ച വിജയമാക്കി തീർക്കുമാറാവട്ടെ. ഖബറിലേക്ക് പോകുന്ന ദിവസവും അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടുമ്പോഴും അവൻ അന്ധകാരത്തിൽപ്പെട്ട് നട്ടം തിരിയാതിരിക്കാൻ വേണ്ടി 2 പ്രകാശങ്ങൾ ഞാൻ അവന് കൊടുത്തിരിക്കുന്നു എന്ന് മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞതാ. ഹദീസിന്റെ കിതാബിലെ മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞത്, മൂസാ നബിയെ, മുഹമ്മദ് നബിക്ക് ഞാൻ 2 പ്രകാശം കൊടുത്തു, ആ ഉമ്മത്തിന് ഒന്നായിട്ട്. ആ 2 പ്രകാശത്തിൽ ഒന്ന് ഖുർആനാണ്, ഒന്ന് പരിശുദ്ധമായ റമദാൻ, 2 പ്രകാശം. അപ്പൊ പ്രകാശം എന്തിനാ? ഈ പ്രകാശം എന്ന സംഗതി എന്തിനാ? പ്രകാശം എന്ന് പറഞ്ഞാൽ ഇരുട്ട് തപ്പാതിരിക്കാനാണ്. തമ്പുരാൻ ഒട്ടകത്തിന് സംവിധാനിച്ചു കൊടുത്തിരിക്കുന്നു. ഒട്ടകത്തിനെ പടച്ച തമ്പുരാനെ കണ്ടുകൊണ്ട് പാഠം പഠിക്കണേ, എന്നിലേക്ക് ശ്രദ്ധ തിരിക്കണേ എന്ന് കാരുണ്യവാനായ പടച്ച തമ്പുരാൻ ഒരുപാട് ആയത്തുകൾ സൂറത്തുർ റൂമിലൊക്കെയും തുടരെയുള്ള ആയത്തുകൾ പാഠം പഠിക്കാൻ വേണ്ടി യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വയുഹ്യിൽ അർള ബഅദ മൗതിഹാ വകദാലിക തുഖ്റജൂൻ. റസൂലുള്ളാഹിന്റെ ഹറകാത്ത് ഇൽമാണ്, റസൂലുള്ളാഹിന്റെ സക്കനാത്ത് ഇൽമാണ്, റസൂലുള്ള പറഞ്ഞാൽ ഇൽമാണ്, റസൂലുള്ള ചെയ്താൽ ഇൽമാണ്, റസൂലുള്ള മിണ്ടാതിരുന്നാൽ ഇൽമാണ്, റസൂലുള്ളാഹിന്റെ അനക്കവും അടക്കവും ഇൽമാണ്, റസൂലുള്ള പറഞ്ഞതും പറയാത്തതും ഇൽമാണ്, റസൂലുള്ള ചെയ്താൽ ഇൽമാണ്, റസൂലുള്ള ചെയ്തില്ലെങ്കിലും ഇൽമാണ്. അപ്പോൾ റസൂലുള്ള എന്ന ഇൽമാണ്. ഐനു ഐനിൻ ഐനു ഹഖിൻ, ഇത് ലോകത്തിന്റെ തടിയാണ്, ഇൽമിന്റെ കേന്ദ്രമാണ് ഹബീബായ പുണ്യനബി. ആ എന്നെ കണ്ടവര് അവരാണ് ഇൽമ ലഭിച്ചിട്ടുള്ളവര്. അവർ ലോകത്തിന്റെ പുണ്ണിൽ പോയി നിന്നാൽ ലോകത്തിനും വിജ്ഞാനം ലഭിക്കുമെന്ന് പുണ്യനബി. എന്താ ദുആ? അല്ലാഹുമ്മ, പടച്ചവനേ, ഇന്നഹാ ഖദ് സഅമത്, അല്ലാഹുവേ, അവൾ വാദിക്കുന്നത് അന്നീ സലംതുഹാ, ഞാൻ അവൾ ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് അവളുടെ വാദം. ഫഇൻ കാനത് കാദിബതൻ, അവൾ പറയുന്നത് കള്ളത്തരമാണെങ്കിൽ, സത്യമാണെങ്കിൽ നീ ഒന്നും ചെയ്യണ്ട റബ്ബേ. ഫഇൻ കാനത് കാദിബതൻ, അവൾ പറയുന്നത് കളവാണെങ്കിൽ ഫഅഅമി ബസറഹാ, നീ അവളുടെ കണ്ണിന്റെ കാഴ്ച എടുത്തു കളയണം റബ്ബേ. ഒരു സഹാബിയുടെ ദുആണ്, സാധാരണ സഹാബിയല്ല, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഒരു സഹാബി. ആ സഹാബിയുടെ ദുആ ഫഅഅമി ബസറഹാ, പടച്ചവനെ നീ അവളുടെ കണ്ണിന്റെ കാഴ്ച എടുത്തു കളയണം റബ്ബേ, കണ്ണുപൊട്ടത്തിയാക്കി കളയണം. അതുകൊണ്ട് പുരുഷന്മാരെ, സാധുക്കളായ പെണ്ണുങ്ങളെ, നിങ്ങൾ കൊട്ടയും പിക്കാസമെടുത്തിട്ട് അങ്ങാടിയിലിറക്കരുത്. മറ്റിതരരെ പോലെ തെങ്ങിന്റെ മുകളിൽ പാഞ്ഞു കയറാനും മാവിന്റെ കൊമ്പത്ത് അള്ളിപ്പിടിക്കാനും ആയിഷയും ഖദീജയും പോവണ്ട. അവൾക്ക് വേണ്ട ഉപ്പ മുതൽ കർപ്പൂരം വരെ നിങ്ങൾ കൊണ്ടുകൊടുക്കണമെന്ന് പറഞ്ഞത് സ്ത്രീ വിരോധമോ സ്ത്രീകളോട് കാണിച്ച ആദരവോ? ഇതാ ഇസ്ലാം ചെയ്തത്. അയാൾ പറഞ്ഞു, എന്റെ വിദ്യാഭ്യാസം കൊണ്ട് എനിക്ക് ലഭിച്ച പണം എന്നയാൾ പറഞ്ഞു.
അത് പറഞ്ഞപ്പോഴാണ് ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള്, നമ്മൾ അവനെയും അവന്റെ കൊട്ടാരമടക്കമങ്ങ് താഴ്ത്തിക്കളഞ്ഞതെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ മുതലാളിക്ക് എന്നെങ്കിലും തന്റെ കയ്യിലുള്ള കാശ് കൊണ്ട് അഹങ്കരിക്കണമെന്ന് തോന്നിയാൽ അയാൾ ഉടനെ ചിന്തിക്കണം, ഇതെനിക്കെവിടെ നിന്ന് കിട്ടി, എന്റെതെന്ന് പറയാൻ എന്തധികാരം, ഇതിന്റെ യജമാനൻ അല്ലാഹു ആണല്ലോ, എന്റെതല്ലല്ലോ.